MT എഴുതിയ പിന്നീട് എത്രയോ എണ്ണമറ്റ വായനക്കാരെ സ്വാധീനിച്ച 2 രചനകൾ ലോകത്താദ്യമായിട്ട് വായിച്ച ആൾ ഞാനാണെന്നുള്ളതാണ്. ഇത് കേട്ടോടെ എനിക്ക് ആകെ ഒരു ഞെട്ടലാണ്. ഞാൻ എടുത്ത വാക്കിന് പറഞ്ഞ് എനിക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞു. ഒരു 15 മിനിറ്റ് നേരം നീണ്ട ഒരു വലിയ സ്ഫോടനാത്മകമായൊരു മൗനമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ആ ഒരു ഇടവേളയായിരിക്കും അദ്ദേഹത്തെ സിനിമയിൽ ഇത്രയേറെ തിളക്കമുള്ള ഒരു തിരക്കഥാകൃത്താക്കി മാറ്റിയത്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു അതൃപ്തി എന്ന് പറയുന്നത് 2-ാം ഊഴം സിനിമയായിട്ടില്ല എന്നുള്ളതിലാണ്. തുഞ്ചൻപറമ്പ് വരെയുള്ള സ്ഥലത്ത് മുഴുവൻ വലിയ വലിയ കട്ടൗട്ടുകൾ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ അത് ഭയങ്കര അസ്വസ്ഥനായി മാറി സാർ. മലയാള സാഹിത്യത്തിൽ ജീവചരിത്ര ശാഖ എന്ന് പറയുന്നത് അത്രയൊന്നും വികാസം കൊണ്ടിട്ടില്ലാത്ത ഒന്നാണ്. ഒരുപക്ഷെ പാശ്ചാത്യ ജീവചരിത്രങ്ങളുമായി തട്ടി നോക്കുമ്പോൾ നമുക്ക് എടുത്തു കാണിക്കാവുന്ന ജീവചരിത്രങ്ങൾ കുറവാണെന്ന് തന്നെ പറയാം. നമ്മുടെ സാഹിത്യ പ്രതിഭകളായ വിജയനെക്കുറിച്ചോ കമലദാസിനെക്കുറിച്ചോ തകഴിയെക്കുറിച്ചോ ബഷീറിനെക്കുറിച്ചോ ഒക്കെ സമഗ്രമായ മൗലികമായ മികച്ച ജീവചരിത്രങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് ഖേദകരമായൊരു സത്യവുമാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി MT വാസുദേവൻ നായർക്ക് വളരെ സമഗ്രമായ വിപുലമായ ബൃഹത്തായ ഒരു ജീവചരിത്രം ഉണ്ടായിരിക്കുന്നു. ആ ജീവചരിത്രകാരനായ ശ്രീകുമാറുമായാണ് ഇത്തവണ ബുക്ക് ടോക്കിൽ ഞാൻ സംസാരിക്കുന്നത്. സ്വാഗതം ശ്രീകുമാർ. തീർച്ചയായിട്ടും മലയാളത്തെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായൊരു സർഗാത്മക ഊർജം പ്രകാശിപ്പിച്ച എഴുത്തുകാരനാണ് MT. മറ്റാരെക്കാളും വിശാലമായ സമഗ്രമായ ഒരു ജീവചരിത്രം അർഹിക്കുന്നു എന്നുള്ളതും സത്യമാണ്. പക്ഷേ MT ഒരു ജീവചരിത്രത്തിന് അനുവദിക്കുമോ എന്നുള്ള ചോദ്യം പലപ്പോഴും മലയാളി വായനക്കാരുടെ മനസ്സിലുണ്ട്. അദ്ദേഹം ഒരു ആത്മകഥ എഴുതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കഥകളും അദ്ദേഹത്തിൻ്റെ മറ്റ് ലേഖനങ്ങളിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഏകദേശ ചിത്രം നമുക്ക് ലഭ്യവുമാണ്. പക്ഷെ MT ഒരു ജീവചരിത്രം എന്ന് പറയുന്ന ആശയത്തോട് വളരെ സൗമനസ്യത്തോടെ സമ്മതിച്ചു എന്നുള്ളതാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുന്ന കാര്യം. ഈ ശ്രീകുമാറിൻ്റെ ഈ പുസ്തകത്തിൽ അതിൻ്റെ 19-ാമത്തെ പേജിൽ MT എഴുതിയതായി പറയുന്ന താങ്കൾക്ക് തന്ന ഒരു കത്തുണ്ട്. അതിപ്രകാരമാണ്: എന്നെപ്പറ്റി ഒരു പുസ്തകം എഴുതാൻ തയ്യാറായിരിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. പിന്നിട്ട ജീവിത വേഗങ്ങൾ വീണ്ടും മറിച്ചു നോക്കാൻ അവസരം വരുമ്പോൾ നമുക്ക് എന്തൊക്കെ വീണ്ടുകിട്ടുന്നു. സന്തോഷം. ഓർമ്മകൾ നമുക്കെന്നും ഉണ്ടാവട്ടെ. MT വാസുദേവൻ നായർ, 21/10/2023. MT ജീവിച്ചിരിക്കുമ്പോൾ ഇങ്ങനൊരു ജീവചരിത്രം എന്ന ആശയം എങ്ങനെയാണ് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഞാൻ സാറിൻ്റെ ഒപ്പം മാതൃഭൂമിയിലും തുടർന്ന് തിരൂർ തുഞ്ചൻപറമ്പിലും 13 വർഷത്തോളം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം എഴുതുക എന്നുള്ളത് എൻ്റെ മനസ്സിൻ്റെ ഒരു വിദൂരമായൊരു കോണിൽ പോലും ഉണ്ടായിരുന്നൊരു കാര്യമല്ല. ഒരു ദിവസം വളരെ യാദൃശ്ചികമായിട്ട് MM ബഷീർ മാഷ് എന്നോട് പറഞ്ഞു, നീ ഫ്ലാറ്റിലേക്കൊന്ന് വരണം വാസുവേട്ടൻ്റെ, വൈകുന്നേരം ഒന്ന് വരണം, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് ഇതാണെന്നുള്ള ഒരു ഉദ്ദേശം പോലും എൻ്റെ മനസ്സിലില്ല. ജാഫർ ഖാൻ കോളനി റോഡിലുള്ള 3-ാം നിലയിലെ ഫ്ലാറ്റിൽ ഞാൻ ചെല്ലുന്നു. അപ്പോൾ പറയുന്നത് ബഷീർ മാഷാണ്, നീ ഒരു ജീവചരിത്രം ചെയ്യണം വാസുവേട്ടൻ്റെ. ഇത് കേട്ടത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടുകളുണ്ടായിരുന്നു. MT അവിടെ ഇരിക്കുന്നു. MT ഒരു പ്രതികരണവും ഇല്ലാതെ വീടി വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു MT ആണ്. ഇത് കേട്ടോടെ എനിക്ക് ആകെ ഒരു ഞെട്ടലാണ്. ഞാൻ എടുത്ത വാക്കിന് പറഞ്ഞ് എനിക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞു. അല്ല, നീ അത് ചെയ്യണം, നീ ഒരു കാര്യം ചെയ്യും, ഇപ്പം തന്നെ എഴുന്നേറ്റ് വാസുവേട്ടൻ്റെ കാലിലൊന്ന് തൊട്ട് ഒന്ന് അനുഗ്രഹം വാങ്ങാൻ. പക്ഷേ MT ഒന്നും മിണ്ടുന്നില്ല. അതല്ലാത്ത ആ മൗനം വല്ലാത്തൊരു കാര്യമാണ്. MT ഇതേപോലെ വീടി വലിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം ഞാൻ പറഞ്ഞു, സാറിൻ്റെ ഒരു അനുഗ്രഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞ് അവിടെ അത് അവസാനിക്കുകയാണ്. പിന്നെ ബഷീർ മാഷ് എന്നെ വിടുന്നില്ല. മാഷ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ പോകണം, എഴുതിയെടുക്കണം. ഞാൻ ഇതേപോലെ മറ്റ് പല കാര്യങ്ങൾക്കും തുഞ്ചൻപറമ്പിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ആ ഫ്ലാറ്റിൽ ദിവസവും പോകുന്ന ആളാണ് ഞാൻ അവിടെ ചെന്നൊരു കയ്യിലൊരു നോട്ട് ബുക്കുമായിട്ട് ചെല്ലുന്നു. അവിടെ ചെന്ന് വിടുത്തി വെച്ചിരിക്കുന്നു. സാർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ, ചിലപ്പോൾ തുഞ്ചൻപറമ്പിൻ്റെ കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു നടക്കില്ല, അത് നടക്കാൻ പോകുന്നൊരു കാര്യമല്ല, സാറിന് ഇത് താല്പര്യമില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ ക്രമേണ ചെന്ന് കഴിയുമ്പോൾ തുടർച്ചയായിട്ടല്ലാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. ഞാനതിങ്ങനെ കുറിച്ചെടുക്കും. ചില ദിവസങ്ങളിൽ എനിക്ക് ചെല്ലാൻ പറ്റാത്ത സമയങ്ങൾ, ഒരു 4-5 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ആകെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഞാൻ ചെല്ലാതിരിക്കുന്ന സമയത്ത് ഡ്രൈവർ വഴിയോ അല്ലെങ്കിൽ ബന്ധുവായിട്ടുള്ള സതീശൻ വഴിയോ എന്നെ വിളിക്കും. ശ്രീകുമാരൻ എന്താ ഇന്ന് വരാത്തത് എന്ന് ചോദിക്കുന്നൊരവസ്ഥ. അപ്പം എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിനൊരു താല്പര്യമുണ്ട് എന്ന് മനസ്സിലാവുകയും
പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസം ചെല്ലുന്തോറും ഞാൻ ചെന്നിരിക്കുന്നു, പുസ്തകം വിടർത്തുന്നു, അദ്ദേഹം ഏതെങ്കിലും ഒരു ഭാഗം പറഞ്ഞു തുടങ്ങുന്നു എന്നുള്ളതാണ്. തുടർച്ചയായിട്ടേ അല്ല. അത് ഞാൻ വൈകുന്നേരം വന്നിട്ട് ഇത് റെക്കോർഡ് ചെയ്യാനൊന്നും പറ്റുന്ന ഒരവസ്ഥയല്ല. വളരെ ഫീബിളായിട്ടൊരു ശബ്ദമാണ്, നിർത്തിയുള്ള പറച്ചിലാണ്. അപ്പം ഞാനിത് എഴുതി അന്ന് തന്നെ പോയിട്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങി. പക്ഷെ ഓർമ്മയെ അത് ബാധിക്കുന്നില്ല. ഇല്ല. അപ്പം ഞാനിത് എഴുതി വെച്ചതിന് തുടങ്ങുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു 1.5 വർഷക്കാലം തുടർച്ചയായിട്ട് 1 മണിക്കൂറാണ് ഞാൻ അദ്ദേഹത്തെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ അത് 1.5 മണിക്കൂറോളം നീളും, 2 മണിക്കൂർ നീളും. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തന്ന് 3 കോളേജ് നോട്ട് ബുക്ക് നിറച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ കയ്യിലെത്തിയപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് എഴുത്തിലേക്കുള്ള ഒരു കടന്നുവരവ് തന്നെ നടത്തുന്നത്. ആ സമയത്താണ്. അപ്പോഴേക്കും ഒരു ആത്മവിശ്വാസം എനിക്കുണ്ടായി. കാരണം സാർ ഒരുപാട് മനസ്സ് തുറന്നു എന്നുള്ളത്. ചില കാര്യങ്ങൾ അപ്പോഴും ഒരു വിടവായിട്ട് നിലനിൽക്കുക. അത് ഞാൻ ചോദിക്കുമ്പോൾ അത് വളരെ താല്പര്യത്തോടുകൂടി അതിന് മറുപടി പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു എഴുതി തീർക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം വന്നത് ആ സമയത്താണ്. തീർച്ചയായിട്ടും എം ടി പലപ്പോഴും ശ്രീകുമാറിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എം ടിയെ സംബന്ധിച്ചിടത്തോളം ജീവചരിത്രം എഴുതുന്നു എന്ന് പറയുന്നൊരു ചെറിയ സന്തോഷമുണ്ടായിരുന്നു എന്നുള്ള കാര്യം സത്യത്തിലുണ്ട്. പക്ഷേ ലോകത്തിലെ പ്രസിദ്ധരായ എഴുത്തുകാരുടെ വലിയ ജീവചരിത്രങ്ങൾ വായിച്ച മനുഷ്യനാണ്. ജീവചരിത്രം എന്താണ് ഒരു സാഹിത്യകാരനോട് അല്ലെങ്കിൽ ഒരു സർഗാത്മക പ്രതിഭയോട് കാലത്തിന് വേണ്ടി നീക്കി വയ്ക്കുന്നതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള മനുഷ്യനാണ്. അപ്പോൾ ആ രീതിയിൽ ശ്രീകുമാറിന് കിട്ടിയൊരു ഭാഗ്യം തന്നെയാണ്. അത് ആ ഒരു ആത്മവിശ്വാസം എം ടിയിലൂടെ നേടി എന്നുള്ളതാണ് ഈ പുസ്തകത്തെ വിശാലമാക്കുന്നത്. ഇതിന് എം ടിയുടേതല്ലാത്ത തയ്യാറെടുപ്പുകൾ പലതും ഉണ്ടായിട്ടുണ്ടാവില്ല. അതിൻ്റെ ഒരു കാര്യം ഒന്ന് പറയാമോ? എം ടി സംഭാഷണത്തിലൂടെ അത് പൂർത്തിയാവില്ലല്ലോ. മറ്റു കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ അതിനകത്ത് വലിയൊരു സ്ട്രഗിൾ എന്തായിരുന്നു എന്നുള്ളൊരു ചില വെല്ലുവിളികൾ എനിക്ക് ഈ പുസ്തകത്തിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ടത് അദ്ദേഹം തന്നെ പറഞ്ഞത്, ഞാൻ ആത്മകഥ എഴുതാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് എൻ്റെ കഥകളിലെയും നോവലുകളിലെയും തിരക്കഥകളിലെയും ഒക്കെ പല ജീവിത സന്ദർഭങ്ങളും ചേർത്ത് വെച്ചാൽ എൻ്റെ ആത്മകഥയായി എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം ഒരു ആത്മകഥയ്ക്ക് അപ്പുറത്തേക്ക് എന്താണ് എനിക്ക് കൊടുക്കാൻ സാധിക്കുക ഈ പുസ്തകത്തിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം പറഞ്ഞ പല ഭാഗങ്ങളുടെയും വികസിത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളും ഞാൻ വാങ്ങി വായിക്കുകയും വീണ്ടും വായിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് വന്ന അദ്ദേഹത്തിൻ്റെ രചനകളെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ വന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 300ഓളം വരുന്ന പുസ്തകങ്ങൾ ഞാൻ ഓരോന്നും വില കൊടുത്ത് തന്നെ വാങ്ങി കയ്യിൽ വെച്ചിട്ട് ഓരോ സന്ദർഭങ്ങളും ഈ അദ്ദേഹം പറഞ്ഞതിനപ്പുറത്തേക്ക് എനിക്ക് എന്തൊക്കെ കിട്ടാനുണ്ട് എന്നുള്ളത് കൂടി ആലോചിച്ചിട്ടാണ് ഈ പുസ്തകം ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. പിന്നെ അതിൽ പ്രധാനപ്പെട്ടതായിട്ടൊരു പ്രശ്നമായി വന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അത് പലപ്പോഴും പൂർണ്ണമായിട്ട് പുറത്തു വരാത്തൊരു ജീവിതമാണ്. അത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹത്തോട് തുറന്നു ചോദിക്കുകയും അദ്ദേഹം വളരെ തുറന്ന മനസ്സോടുകൂടി തൻ്റെ ആദ്യ ജീവിത ഘട്ടത്തെക്കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് പറയുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് പുസ്തകത്തിൽ കൂടുതൽ കൊടുക്കാൻ പറ്റിയ ഒന്നാണ്. മറ്റൊന്ന്, ഒരുപക്ഷെ എം ടിയോളം ഞാൻ ആരാധിച്ചിട്ടുള്ളൊരു എഴുത്തുകാരനില്ല. എൻ്റെ മനസ്സിൽ അത് ഒരു വിഗ്രഹത്തോടൊക്കെ ഒപ്പം തന്നെ വരാൻ പറ്റുന്നൊരു ബിംബമാണ് അദ്ദേഹം. പക്ഷേ പുസ്തകം എഴുതുന്ന സമയത്ത് എനിക്ക് സ്വാഭാവികമായിട്ടും ഞാൻ ആരാധകൻ്റെ കുപ്പായ അഴിച്ചു വെച്ചിട്ട് തന്നെയാണ് ആ പുസ്തകം എഴുതാൻ പോയത്. കാരണം അല്ലെങ്കിൽ അതൊരു വാഴ്ത്തുപാട്ടായി മാറുകയും പലരും ഇതിൻ്റെ പ്രീ പബ്ലിക്കേഷൻ സമയത്ത് ഈ 2 കാര്യങ്ങളാണ് ഉന്നയിച്ചത്. എം ടിയെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം, ഇനി എന്ത് എഴുതാനാണ്. 2, ഏറ്റവും അടുത്ത ഒരു ശിഷ്യനായിട്ടുള്ള ഒരാൾ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വാഴ്ത്തലായിരിക്കില്ലേ എന്നുള്ള സംശയമാണ്. ഇത് രണ്ടും ദൂരീകരിച്ചുകൊണ്ട് തന്നെ വേണം ഈ പുസ്തകം ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പ് എല്ലാ ഘട്ടത്തിലും ഈ പുസ്തകത്തിൻ്റെ രചനയിൽ ഞാൻ കൊണ്ടുവന്നിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വ്യക്തിജീവിതം പറയുന്നതിൽ പൊതുവേ ഇപ്പം നമ്മളൊക്കെ എം ടി അഭിമുഖം നടത്തുമ്പോൾ വ്യക്തിജീവിതം പറയുന്നതിൽ എം ടി എപ്പോഴും മടി കാണിച്ചിട്ടുണ്ട്. ശ്രീകുമാറിനോട് അങ്ങനെയല്ല, അല്ലെ? ശ്രീകുമാറിനോട് അതുകൂടി തുറന്നു പറയാൻ, അല്ലെങ്കിൽ അതുകൂടി ആവട്ടെ ജീവിതത്തിൻ്റെ ഭാഗം എന്ന് എം ടി തീരുമാനിച്ചിട്ടുണ്ടല്ലേ? അത് സ്വാഭാവികമായിട്ടും വലിയ പ്രയാസം എനിക്ക് ഉണ്ടാക്കിയ ഒരു ഘട്ടം കൂടിയായിരുന്നു അത്. കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു എഴുത്തുകാരി കൂടിയായ പ്രമീള നായർ, മകൾ സിത്താര, അദ്ദേഹത്തിൻ്റെ വീട്ടുപേരും സിത്താര എന്ന് തന്നെയാണ്. അപ്പോൾ ആ 2 കാര്യങ്ങളും എനിക്ക് കൂടുതൽ വിശദീകരണങ്ങൾ കിട്ടണം. ഈ പുസ്തകത്തിൽ അത് നിർബന്ധമാണ്. ജീവിതത്തിൽ അതുകൂടി ആയാൽ മാത്രമേ പൂർണ്ണമാകൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ്. അതൊരു അധ്യായമാണ് എം ടിയുടെ ജീവിതത്തിൽ, വലിയൊരു അധ്യായം, വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ അവർക്കൊരു സ്പേസ് കൂടി കൊടുക്കണം നിർബന്ധമുള്ളത് കൊണ്ട് ഒരു ദിവസം ഫ്ലാറ്റിൽ അദ്ദേഹത്തിൻ്റെ ബന്ധു സതീശനും ഡ്രൈവറെയൊക്കെ ഞാൻ മനഃപൂർവ്വം മാറ്റി നിർത്തിയിട്ട് ഞാൻ അദ്ദേഹത്തോട് വളരെ ബുദ്ധിമുട്ടിയിട്ട് ചോദിച്ചു, എനിക്ക് പുസ്തകത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, പ്രമീള ടീച്ചറെക്കുറിച്ചും സിതാരയെക്കുറിച്ചുമാണ് എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഒരു 15 മിനിറ്റ് നേരം നീണ്ട ഒരു വലിയ സ്ഫോടനാത്മകമായൊരു മൗനമായിരുന്നു ഉണ്ടായിരുന്നത്. വീടി ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ആകെപ്പാടെ ഒരു ടെൻഷനിലായി. കാരണം ഇത് ചോദിക്കാൻ പാടില്ലാത്ത എന്തോ ഞാൻ ചോദിച്ചോ എന്നുള്ളൊരു സംശയം. ഒരുപക്ഷെ ആ ജീവചരിത്ര എഴുത്ത് അവിടെ അവസാനിച്ചു എന്നൊക്കെ ഞാൻ മനസ്സിൽ വിധി എഴുതിയൊരു സമയമാണ്. പിന്നെ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയാണ്, ഞങ്ങൾ MB കോളേജിൽ പഠിപ്പിക്കുന്ന സമയത്താണ് പരസ്പരം കാണുന്നത്. എൻ്റെ കഥകളൊക്കെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് അന്ന് ഇല്ലസ്ട്രേറ്റഡ് വീക്കിലിയിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന ഒരു സമയമാണ് എന്ന് പറഞ്ഞ് 2 ദിവസം 2-2.5 മണിക്കൂർ നേരം
പ്രമീള നായരും അതേപോലെ തന്നെ സിത്താരയുമായുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം വിശദമായിട്ട് സംസാരിക്കേണ്ടായി. അതിൽ തന്നെ വളരെ സന്ദേഹങ്ങൾ പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രമീള നായരുടെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം കാണാൻ പോയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ അദ്ദേഹത്തിൻ്റെതായ വളരെ വ്യക്തമായ മറുപടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇത് എഴുതിയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ഭാഗം കൂടി, സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്നൊരു തലക്കെട്ടാണ് ഞാൻ അതിനൊരു 5 ഉപവിഭാഗങ്ങളിൽ അതിന് ഞാൻ കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ കഥയുടെ പേര് കൂടിയാണ് മുറപ്പെണ്ണ സിനിമയാക്കിയിട്ടുള്ള. അപ്പോൾ അത് എഴുതുന്ന സമയത്ത് വളരെ ബാലൻസ്ഡ് ആയിട്ട് എഴുതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. പിന്നെ പ്രമീള നായർ ഒരുപക്ഷെ ക്രിയേറ്റീവായിട്ട് സാറിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. ആദ്യകാലത്ത് സാറിൻ്റെ കഥകൾക്ക് ഇംഗ്ലീഷിൽ തർജ്ജിമ വരുന്നു, മഞ്ഞടക്കമുള്ള നോവലുകൾ തർജ്ജിമ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള സമയമാണ്. അവരും എഴുത്തുകാരിയായിരുന്നു, എഴുത്തുകാരി, കഥാകാരിയായിരുന്നു, തിരക്കഥാകൃത്തായിരുന്നു. ഒപ്പം തന്നെ മറ്റു പല പ്രമുഖമായ ക്ലാസിക് പുസ്തകങ്ങളും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ക്രിയേറ്റീവ് സപ്പോർട്ട് കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഭാഗം കൂടി അതിൽ എഴുതി ചേർക്കേണ്ടി വന്നു. 8 തവണ മാറ്റി എഴുതി. ഒരിക്കൽ പോലും അത് അനാവശ്യമായ കാര്യങ്ങളിലേക്ക് പോകരുത് എന്നുള്ളത് കൊണ്ട് 8 തവണ മാറ്റി എഴുതിയതിന് ശേഷമാണ് വളരെ, എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ എനിക്ക് ടെൻഷൻ അതിനകത്തില്ല. ഏറ്റവും ബാലൻസ്ഡ് ആയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു കാലമാണ്. എന്തും സോഷ്യൽ മീഡിയയിലിട്ട് വളരെ മോശമായി ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒന്നും വരരുത് എന്നുള്ളൊരു നിർബന്ധം കൊണ്ട് അങ്ങേയറ്റത്തെ നിഷ്കർഷയോടെ, അതേസമയം MTയുടെ ആ സ്പേസ്, MTയുടെ ജീവിതത്തിൽ അവർക്കുള്ള ഒരു സ്പേസ് കൊടുക്കുമ്പോൾ തന്നെ MTയെ ഏതെങ്കിലും രീതിയിൽ അപകീർത്തിപ്പെടുന്ന രീതിയിലേക്ക് അത് മാറരുത് എന്നുള്ള നിർബന്ധവും ആ ഒരു ഭാഗം രചിക്കുന്നതിൽ ഞാൻ വളരെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു പ്രശ്നം എനിക്ക് തോന്നിയത്, സ്വാഭാവികമായിട്ടും MT ശ്രീകുമാർ നേരത്തെ പറഞ്ഞ പോലെ മറ്റേതൊരു എഴുത്തുകാരനേക്കാൾ കൂടുതൽ MT മലയാളിക്ക് അറിയുന്ന ഒരു എഴുത്തുകാരനാണ്, അല്ലെങ്കിൽ അറിയാമെന്ന് മലയാളി ധരിക്കുന്ന എഴുത്ത്. ഒരുപാട് അഭിമുഖങ്ങളിലൂടെയും മറ്റെഴുത്തുകളിലൂടെയും അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ നോവലുകൾക്ക് MTയുടെ ഒരു പൊതു സ്വകാര്യ ജീവിതത്തിന് അപ്പുറത്തുള്ള ജീവിതം മുഴുവൻ നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുകയാണ്. അപ്പോൾ ഒരു ധാരാളിത്തം, MTയെക്കുറിച്ചുള്ള അറിവിൻ്റെ ധാരാളിത്തം, ആ ജീവിതത്തെക്കുറിച്ചുള്ള ആ അറിവിൻ്റെ ധാരാളിത്തം, അതൊരു ജീവചരിത്രകാരൻ എന്ന രീതിയിൽ എവിടെയെങ്കിലും പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് വെല്ലുവിളിയായിരുന്നു ശരിക്കും. പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ കഥകളും നോവലുകളും തിരക്കഥകളും ഇത് സാധാരണ ജനങ്ങൾ മുതൽ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ വരെ സ്വാധീനിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ എങ്ങനെ ഞാൻ ട്രീറ്റ് ചെയ്യും എന്നുള്ളത് വലിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഥകൾ വരുമ്പോൾ ഒരു കഥാ നിരൂപണമോ അല്ലെങ്കിൽ ഒരു നോവൽ നിരൂപണമോ തിരക്കഥാ പഠനമോ ഒന്നും ഒരു ജീവചരിത്രത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല. അതേ സമയത്ത് തന്നെ ഇതൊന്നും പരാമർശിക്കാതെ ജീവചരിത്രം പൂർണ്ണമാവുകയില്ല. ഞാൻ അവിടെ സ്വീകരിച്ച ഒരു കാര്യം, ഇപ്പോൾ കഥകളാണെങ്കിൽ തന്നെ ഇരുട്ടിൻ്റെ ആത്മാവ്, അല്ലെങ്കിൽ കുട്ടിയെടുത്തി, അല്ലെങ്കിൽ കാഴ്ച, അല്ലെങ്കിൽ കൽപ്പാന്തം വരെ നീളുന്ന, കാഴ്ച വരെ നീളുന്ന ആ ഒരു കഥാ സന്ദർഭങ്ങളിൽ ഓരോ കഥയും എങ്ങനെ അതിൻ്റെ ഒരു ആശയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു എന്നുള്ളത് അദ്ദേഹത്തിൽ നിന്ന് തന്നെ ചോദിച്ചറിഞ്ഞ് ആ കഥയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എഴുതാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നോവലുകൾ, തിരക്കഥകൾ, ഓരോ തിരക്കഥയുടെ ആശയം എങ്ങനെ മനസ്സിലേക്ക് വരുന്നു, അതിനുള്ള ഒരു, ഇപ്പോൾ തിരക്കഥകളിൽ അദ്ദേഹം തന്നെ പറഞ്ഞു 7 ദിവസം കൊണ്ട് തിരക്കഥ എഴുതിയിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം. വി ശശിയും അതുപോലെ തന്നെ ഹരിഹരൻ്റെയൊക്കെ സിനിമകളും തിരക്കഥകളും ഒക്കെ മനസ്സിലൊരു ആശയമായി കഴിഞ്ഞാൽ പാമ്പുരൂവിലോ അല്ലെങ്കിൽ കോഴിക്കോട്ടെ ഒരു ഹോട്ടലിലോ പോയിരിക്കുന്നു, 3 ദിവസം കൊണ്ട് എൻ്റെ റഫ് എഴുതുന്നു, അടുത്ത 3 ദിവസം കൊണ്ട് അതിൻ്റെ ഫെയർ എഴുതുന്നു, 7-ാം ദിവസം സംവിധായകനോ നിർമ്മാതാവിനോ സ്ക്രിപ്റ്റ് കൈമാറുന്നു എന്നുള്ളതാണ്. അതേ MT തന്നെ വടക്കൻ വീരഗാഥയോ പെരുന്തച്ചനോ 2-ാം ഊഴമോ ഒക്കെ എഴുതുന്ന സമയത്ത് 6-7 മാസങ്ങൾ അതിൻ്റെ ഒരു ഹോംവർക്ക് ചെയ്തതിന് ശേഷമാണ് എഴുതാനായിട്ടിരിക്കുന്നത്. ആ തരം കാര്യങ്ങൾ അധികം ആളുകൾക്ക് അറിയാത്ത അത്തരത്തിലുള്ള എങ്ങനെ ഒരു കഥ, എങ്ങനെ ഒരു നോവൽ, എങ്ങനെ ഒരു തിരക്കഥ തൻ്റെ മനസ്സിലേക്ക് രൂപം കൊള്ളുന്നു എന്നുള്ള ഒരു ഭാഗത്തിനാണ് ഞാൻ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. അല്ലാതെ ഒരു കഥാപഠനത്തിൻ്റെയോ നോവൽ പഠനത്തിലേക്കോ നീണ്ടുപോകാത്ത രീതിയിലുള്ള ഒരു രീതിയാണ് ഞാനിതിൽ പ്രധാനമായിട്ട് ഉപയോഗിച്ചത്. ഇതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. കാരണം ഫിക്ഷനും നോൺ ഫിക്ഷനും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ. കഥകളിൽ അദ്ദേഹം എഴുതുന്നത് ചില സൂചനകളായിരിക്കാം, ജീവിതത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ എടുത്തിട്ടുണ്ടാകും, വ്യക്തികളെ ചിലപ്പോൾ കഥാപാത്രങ്ങളാക്കിയിട്ടുണ്ടാകും, പക്ഷെ അതൊന്നും ജീവിതത്തിലുമായിട്ട് പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്നില്ല. അപ്പോൾ അതിനെ തിരിച്ചറിയുക എന്ന് പറയുന്നൊരു വലിയ കാര്യമുണ്ടല്ലോ. തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ശ്രീകുമാർ വലിയൊരു വിജയം നേടിയിട്ടുണ്ട്. ഇപ്പോൾ എഴുത്തിൻ്റെ ഇത് പറഞ്ഞപ്പോഴെന്നെ എനിക്ക് ഏറ്റവും ഇത് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെ ഒരു അധ്യായത്തിൽ രമണീയം ഒരു കാലം എഴുതിയതിനെക്കുറിച്ച് ശ്രീകുമാർ വ്യക്തിപരമായിട്ട് അറിഞ്ഞ ഒരു കാലമുണ്ട്. ശ്രീകുമാറും സഹദേവട്ടനും കൂടിയിട്ട് ചങ്ങമ്പുഴയുടെ അതിനെക്കുറിച്ചൊരു ലേഖനം എഴുതാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ഒരു ലേഖനം തൻ്റെ ആഴ്ചപ്പതിപ്പിൽ വേണോ എന്ന് ആലോചിക്കുകയും, പക്ഷെ ഒറ്റ ദിവസം കൊണ്ട്, ഒരു മണിക്കൂറുകൾ കൊണ്ട് എഴുതി. അതൊന്ന് പങ്കിടാവോ? 266-ാമത്തെ പേജിലാൻ പറ്റും അത് കൃത്യമായിട്ട് പറയുന്നത്. ഒരു സ്വകാര്യ അഹങ്കാരമായിട്ട് തന്നെ ഞാൻ കൊണ്ടു നടക്കുന്നത് MT എഴുതിയ, പിന്നീട് എത്രയോ എണ്ണമറ്റ വായനക്കാരെ സ്വാധീനിച്ച 2 രചനകൾ ലോകത്താദ്യമായിട്ട് വായിച്ച ആൾ ഞാനാണെന്നുള്ളതാണ്. അതിലൊന്ന് രമണീയം ഒരു കാലം എന്നുള്ളതാണ്. അത് രമണൻ്റെ ജൂബിലി വരുന്നു. അപ്പോൾ ഞാനും സഹദേവേട്ടനും കൂടി ആലോചിച്ചു എഴുതിക്കണ്ടേ. അപ്പോൾ ആരെഴുതും എന്നുള്ളൊരു ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സഹദേവേട്ടനോട് ചോദിച്ചു, നമുക്ക് എഡിറ്ററോട് പറഞ്ഞാലോ, നമ്മൾ എഡിറ്ററിൽ നിന്ന് വിളിക്കുക, എഡിറ്ററോട് പറഞ്ഞാലോ എന്ന് വെച്ചാൽ ഞങ്ങൾ പോയി എഡിറ്ററെ കാണുന്നു, MT കാണുന്നു. അപ്പോൾ MT ഇത് കേട്ട് കഴിഞ്ഞാൽ പറഞ്ഞു, തീർച്ചയായിട്ടും കൊടുക്കണം, പക്ഷേ ഞാൻ തന്നെ എഴുതണം എന്നുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ നിർബന്ധമായിട്ട് എഴുതണം, നോക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അതിനെപ്പറ്റി ഒരു അനക്കമില്ല. പേജിൻ്റെ ലേഔട്ട് ചെയ്യുന്ന സമയമായി,
തലേന്ന് ഞാൻ പോയി സാറിനോട് പറഞ്ഞു നാളെയാണ് നമുക്ക് ലേഔട്ട് ചെയ്യേണ്ടത്. ഇപ്പോഴൊന്നും വേണ്ടിയില്ല. പിറ്റേന്ന് രാവിലെ 10 മണിക്ക് വരേണ്ട അദ്ദേഹം 8 മണിക്ക് വന്നിട്ട് അദ്ദേഹം ഇതേപോലെ അത് എഴുതാൻ തുടങ്ങുകയാണ്. പിന്നെ അകത്ത് ഒരു AC റൂമാണ്, അകത്തിങ്ങനെ ബീഡിയുടെ പുക ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, പുറത്തേക്ക് ഇറങ്ങുന്നേ ഇല്ല, ആരെയും അകത്തേക്ക് കയറ്റി വിടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 1:30 മണിയായപ്പോൾ ഇദ്ദേഹം ഒരു കെട്ട് ലെറ്റർ ഹെഡ് ഇങ്ങനെ കീറിയിട്ട് ലെറ്റർ പാഡ് ഇങ്ങനെ കീറി കൊണ്ടുവന്നിട്ട് എൻ്റെ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, ഇതാണ് രമണൻ്റെ ലേഖനം, ശ്രീകുമാരൻ ഒന്ന് വായിച്ചു നോക്കണം, ഞാൻ ഒറ്റ എഴുത്ത് എഴുതിയതാണെന്ന് പറഞ്ഞ് ഞാനതിങ്ങനെ വാങ്ങലും എൻ്റെ നിന്ന് തിരിച്ചു വാങ്ങിയിട്ട് അതിൻ്റെ മുകളിൽ രമണീയം ഒരു കാലം എന്ന് ഹെഡിങ് എഴുതിയിട്ട് എനിക്ക് തന്ന ആ ചെരിഞ്ഞ അക്ഷരങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് ആദ്യം വായിച്ച ആൾ ഞാനാണ്. അതുപോലെ അദ്ദേഹം ചൈനയിലൊരു സാഹിത്യ സംബന്ധിയായിട്ടുള്ളൊരു യോഗത്തിന് പോയി. അപ്പോൾ പറഞ്ഞു ഒരു യാത്രാവിവരണം എഴുതണം എന്ന് ഞാനും സഹദേവട്ടനും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ പറഞ്ഞു യാത്രാവിവരണം എഴുതാൻ മാത്രമൊന്നുമില്ല, പക്ഷേ ഇതൊരു സാഹിത്യ സംവാദമായിരുന്നു, അതിൻ്റെ ഒരു അനുഭവം ഞാൻ എഴുതിത്തരാം എന്ന് പറഞ്ഞിട്ട് ഒരു 4-5 ലക്കത്തിലായിട്ട് ആഴ്ചപ്പതിപ്പിൽ വന്ന ഒരു യാത്രാവിവരണം എന്ന കാറ്റഗറിയിൽ നമ്മൾ കൊടുത്ത, എന്നാൽ യാത്രാവിവരണമല്ലാത്ത ഒരു സാഹിത്യ പ്രധാനമായിട്ടുള്ള ഒരു രചനയാണ് വൻകടലിലെ തുഴവള്ളക്കാർ. ഇതും അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ ലോകത്താദ്യമായിട്ട് വായിച്ച ആൾ ഞാനാണ്. ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ആ രംഗങ്ങൾ ഒരു സിനിമയിലെന്ന പോലെ എനിക്ക് ഓർമ്മയുണ്ട്. അത് ആദ്യം വായിച്ചതും ഒരു തിരുത്തു പോലും വേണ്ടാത്ത രീതിയിൽ അങ്ങേറ്റത്തെ എഡിറ്റിങ്ങോട് എഴുതിയ ഒരു പുസ്തകമായിട്ടാണ് അത് നമുക്ക് തോന്നിയത്. ഇപ്പോൾ തലക്കെട്ടിടുന്നതിനെ കുറിച്ചാണ് ശ്രീകുമാർ പറഞ്ഞത്, രമണീയം ഒരു കാലം എഴുതിയത്. അതുപോലെ വളരെ എന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടില്ല, ഞാൻ അറിഞ്ഞൂടാത്തൊരു കാര്യം, പത്മരാജൻ്റെ ജയെ പോലെ ഒരാൾ എന്ന് പറയുന്ന കഥയുടെ പേര് മാറ്റിയത് അതുകൂടി ഒന്ന് ഓർത്തെടുക്കുന്നതല്ലായിരിക്കും. ഒരുപക്ഷെ പത്മരാജൻ്റെ സിനിമയിലും കഥകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പിന്നെ അപരൻ. അതൊന്ന് പറയാമോ? അതിൽ സാഹിത്യ പത്രാധിപർ എന്നുള്ള എന്നോട് വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ കഥാകൃത്താണോ, നോവലിസ്റ്റാണോ, തിരക്കഥാകൃത്താണോ, അല്ലെങ്കിൽ ഇതര സാഹിത്യകാരനാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹിത്യ അക്കാദമിയുടെയോ തുഞ്ചൻ പറമ്പിൻ്റെയോ അതാണോ മുന്നിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് സാഹിത്യ പത്രാധിപർ എന്നുള്ള നിലയിൽ തന്നെയാണെന്ന് ഞാൻ പറയും. ചില വളരെ മാന്ത്രികമായ ചില സ്പർശങ്ങൾ, ഒരു ഹെഡിങ് ഒന്ന് മാറ്റുക, അല്ലെങ്കിൽ ഒരു വാചകം മാറ്റുക, അല്ലെങ്കിൽ അവസാനത്തെ 2 വരികൾ വെട്ടിക്കളയുക, ഇത്തരത്തിലുള്ള മാന്ത്രിക സ്പർശത്തിലൂടെ കഥയ്ക്ക് ഒരു നക്ഷത്ര ശോഭ ലഭിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ പുനത്തിൽ കുഞ്ഞബ്ദുള്ള തന്നെ പറഞ്ഞിട്ടുണ്ട്, പുനത്തിൽ ഒരു നോവൽ എഴുതിക്കൊണ്ട് കൊടുക്കുന്നു, അതിനിട്ട ഹെഡിങ് മീസാങ്കല്ലുകൾ എന്നാണ്. പുള്ളി അത് മുഴുവൻ വായിച്ചു നോക്കിയിട്ട് ആകെ ഒരു എഡിറ്റിങ്ങേ ചെയ്തുള്ളൂ, മീസാങ്കല്ലുകൾ വെട്ടി സ്മാരകശിലകളാക്കി. പിന്നീട് എത്രയോ ഈ വാസുവിൻ്റെ ഒരു നോവൽ അദ്ദേഹം കൊണ്ട് കൊടുത്തു. ആ നോവലിന് അദ്ദേഹം കൊടുത്ത മറ്റൊരു തലക്കെട്ടായിരുന്നു, അത് വെട്ടിയിട്ട് പുതിയ ചുവപ്പ് നാട എന്നൊരു ഹെഡിങ് ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ പത്മരാജൻ്റെ ഈ കഥയും അതേപോലെ തന്നെയാണ്. അങ്ങനെ ചില എഡിറ്റിങ്ങുകളിൽ വരുന്ന ഒരു മാന്ത്രിക സ്പർശം എന്ന് തന്നെ പറയാൻ സാധിക്കും. അതോടുകൂടി അതിന് വരുന്നൊരു വലിയ മാറ്റം, അപരൻ എന്നുള്ള ഇതിൽ പോലും വളരെ വ്യത്യസ്തമായിട്ടുള്ള, ഇതുപോലെ പലർക്കും പറയാനുണ്ട് അഭിപ്രായങ്ങൾ. ചില കഥകൾ നിരസിച്ചിട്ടുണ്ട് അദ്ദേഹം. നിരസിച്ചതിന് അദ്ദേഹം പറഞ്ഞ കാരണം, ഇത് വേണമെങ്കിൽ നിങ്ങളുടെ പേര് വെച്ച് എനിക്ക് പ്രസിദ്ധീകരിക്കാം, പക്ഷേ അത് നിങ്ങൾക്കാണ് ദോഷം ചെയ്യുക, ഒന്നുകൂടെ വായിച്ചു നോക്കൂ, വേണമെങ്കിൽ നമുക്ക് പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞ് കൊടുക്കുകയും അത് വേണ്ട എന്ന് കഥാകൃത്ത് തീരുമാനിക്കുകയും ചെയ്ത സേതുവൊക്കെ പറഞ്ഞ അനുഭവങ്ങൾ ഒരുപാട്, മുകുന്ദേട്ടൻ്റെ അനുഭവങ്ങൾ അതിനകത്ത് അങ്ങനെ പറയുന്നുണ്ട്. ആ രീതിയിലുള്ള എവിടെയാണ് അതിൻ്റെ ഒരു മർമ്മം എന്ന് മനസ്സിലാക്കിയിട്ട് ആ മർമ്മത്തിൽ നിന്ന് സ്പർശിക്കാനുള്ള സാഹിത്യ പത്രാധിപരുടെ വലിയൊരു പാഠവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല, അത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. കാരണം മലയാള സാഹിത്യത്തിൽ എപ്പോഴും ഇപ്പോഴും നഷ്ടമായിരിക്കുന്നത് എഡിറ്റർ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഒരു എഡിറ്റർ നമുക്കുണ്ടായിരുന്നു എന്നും ആ എഡിറ്റർ മലയാള സാഹിത്യത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്താണെന്നും ഈ പുസ്തകത്തിലെ പല ഭാഗങ്ങളും വായിക്കുമ്പോൾ മനസ്സിലാവും. എഡിറ്ററുടെ പ്രസക്തി എന്താണെന്ന് MT പോലെ ഒരാൾ, MT ഒരേ സമയം മുകുന്ദൻ എപ്പോഴും പറയാറുണ്ട്, ഒരേ സമയം ഒരു കൈ കൊണ്ട് എഴുതുകയും മറ്റേ കൈ കൊണ്ട് എഡിറ്റുകയും ചെയ്യുന്നതാണ്. അപ്പം നമ്മളൊക്കെ ഞാനുമായിട്ടുള്ള അഭിമുഖം നടത്തിയപ്പോൾ പോലും അത് അയച്ചു കൊടുത്തപ്പോൾ മണിക്കൂറുകൾക്കകം 4 തിരുത്തുണ്ട് എന്ന് പറയുകയും അത് കൃത്യമായി പറയുകയും ചെയ്യുന്ന MTയുടെ ഒരു ശ്രദ്ധയുണ്ടല്ലോ, അസാധാരണമായൊരു ശ്രദ്ധയാണ്. അതുപോലെ ഒരു കാര്യമാണ്, എനിക്ക് അത്രയൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് MT ഒരു സ്കൂൾ ഗൈഡ് എഴുതി എന്ന് പറയുന്ന MV ട്യൂട്ടോറിയൽ കോളേജിൻ്റെ കാലത്ത് മൂത്ത സഹോദരന്മാർ അതുകൂടി ഒന്ന് പറയാമോ? അത് MV ട്യൂട്ടോറിയൽ അദ്ദേഹത്തിന് വളരെ ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരു കാലമാണ്. ഒന്നാമത് ജീവിതത്തിലൊരു എവിടെയും എത്തിപ്പെടാത്തൊരു സമയത്ത് അവിടെ നിന്ന് കിട്ടിയ ശമ്പളമായിരുന്നു ശരിക്കും അദ്ദേഹത്തിന്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ രചനകളൊക്കെ തന്നെ വരുന്നതും ഒക്കെ ആ സമയത്ത് അവിടെ വന്നുണ്ട്. എല്ലാ സ്വാതന്ത്ര്യവും ഈ മൂസദ് ബ്രദേഴ്സ് 3 പേരാണ് അവർ കൊടുത്തിരുന്നു. അതിൽ കൃഷ്ണ മൂസദ് അവസാന കാലം വരെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞാൻ പോയി കാണുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇടയ്ക്കൊരു തഹസിൽദാരായിട്ടൊരു ജോലി കിട്ടി, ഗ്രാമസേവകനായിട്ട് ജോലി കിട്ടി. അവിടെ ചെന്ന് 2-ാം ദിവസം പോന്നിട്ട് വീണ്ടും ഇവിടെ ജോയിൻ ചെയ്യുന്ന ഒരു കാര്യമൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് ഈ ശമ്പളത്തിന് പുറമെ എന്തെങ്കിലുമൊക്കെ വെക്കേഷനിൽ വീട്ടിൽ പോകാതെ അവിടെ തന്നെ പാലക്കാട് MB കോളേജിൽ തന്നെ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും എക്സ്ട്രാ ശമ്പളം കിട്ടാൻ വേണ്ടി, വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടെന്ന് മൂസദ് സഹോദരന്മാർ, വലിയേട്ടൻ എന്നാണെന്ന് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്, മൂസദിനെ വിളിച്ചിരുന്നത്. അദ്ദേഹം പറഞ്ഞത്, വാസുദേവനാരെ നമ്മളിങ്ങനെ ഗൈഡുകൾ ഇറക്കുന്നുണ്ട്, നിങ്ങൾക്കും എഴുതാവുന്നതാണ്, എന്തെങ്കിലും വരുമാനം കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് കെമിസ്ട്രിയുടെയും മാത്സിൻ്റെയും ഒക്കെ ഗൈഡ് എഴുതിയ കഥ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതിന് ആ ഒരു ഗൈഡിൻ്റെ ഒരു കോപ്പി കിട്ടാൻ വേണ്ടി ഞാൻ പലയിടത്തും ശ്രമിച്ചെങ്കിലും അത് നടന്നിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് വെച്ചിട്ടേ ആയിരുന്നില്ല ഈ ഗൈഡുകൾ ഉണ്ടായിരുന്നത്.
എങ്കിൽ കൂടിയും ഏതോ ഒന്നിൽ പേര് വെച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് കണ്ടെത്താനായിട്ട് ശ്രമിച്ചിട്ട് ഷിജു അലക്സ് എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന്റെ കോപ്പി കിട്ടാൻ വേണ്ടി വളരെ ശ്രമിച്ചെങ്കിലും മൂസ ബ്രദേഴ്സിന്റെ ആ ഗൈഡ് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. MT തന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാനൊരു കഥ എഴുതുന്ന പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലേഖനം എഴുതുന്ന പോലെയോ ഗൗരവത്തോടുകൂടി തന്നെ എഴുതിയ പുസ്തകമാണ് ഈ ഗൈഡ് എന്നും കൂടെ പറഞ്ഞു. അത് ഭയങ്കര കാര്യമുള്ള ഒരു കാര്യമാണ്. അന്ന് കിട്ടിയ വരുമാനം വേറെ ഉണ്ട്, വരുമാനത്തിന് അപ്പുറത്തേക്കുള്ള ഒരു കാര്യം കൂടി. അന്ന് നല്ല പ്രചാരം നേടിയിരുന്നതാണ്. മൂസദിന്റെ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ സൂരി, ടാഗോർ കോളേജിന്റെ സൂരി, അവരുടെ ഗൈഡും ഉണ്ടായിരുന്നു. ഭയങ്കര മത്സരമുള്ള കാലം കൂടിയായിരുന്നു. ആ സമയത്ത് MTയുടെ ഗൈഡുകൾക്ക് കൂടുതൽ വിൽപ്പന സാധ്യത ഉണ്ടായിരുന്നു എന്നും കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. ആ ഗൈഡ് എഴുതിയതിന്റെ പേരിൽ മൂസ സഹോദരന്മാര് ഈ വലിയേട്ടൻ MTയെ വിളിച്ച് അഭിനന്ദിച്ച കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു എന്നുള്ളത് രസമുള്ളൊരു കാര്യമാണ്. ഏതോ കാലഘട്ടത്തിലെ മലയാളി വിദ്യാർത്ഥികൾ MTയുടെ ഗൈഡ് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നൊരു കാര്യം, MT നാടകവുമായി ബന്ധപ്പെട്ട ഒരു വലിയ അനുഭവം MB കോളേജിൽ തന്നെ. ഒരുപക്ഷെ പല MTയുടെ പ്രവർത്തനങ്ങളും തുടക്കം കുറിക്കുന്ന MB കോളേജാണ്. ഒരു സഹപത്രാധിപർ എന്നുള്ള രീതിയിലും മലയാളി നാടകം, അത് രണ്ടും കൂടി ഒന്ന് പറഞ്ഞാൽ. ജേർണലിസത്തിലാകെ MT മാതൃഭൂമിയിൽ തന്നെ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ അതിന്റെ ബാലപാഠങ്ങൾ ജേർണലിസ്റ്റിന്റെ പഠിച്ചത് MB കോളേജിൽ നിന്നാണ്. പ്രായോഗികമായി അവരിറക്കിയിരുന്ന മലയാളി എന്ന് പറയുന്ന ഒരു മാസിക ഉണ്ടായിരുന്നു. അതിലാണ് അദ്ദേഹത്തിന്റെ നോവൽ വരുന്ന പതിരാവും പകൽ വെളിച്ചവും വരുന്നതിനകത്താണ്. അപ്പം അങ്ങനെ ഈ ഒരു ജേർണലിസ്റ്റ്, അതിന്റെ പത്രാധിപർ പുള്ളി ആയിരുന്നില്ല, പക്ഷേ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് MT ആയിരുന്നു. പത്രാധിപർ മൂസ സഹോദരന്മാരുടെ പേര് തന്നെയാണ് വെച്ചിരുന്നത്. അപ്പോൾ ഇതിന്റെ പ്രൂഫ് റീഡിങ് മുതൽ ഇതിന്റെ പേജ് ലേഔട്ട് മുതലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ സാഹിത്യ പത്രപ്രവർത്തനത്തിന്റെ ഒരു ആദ്യ പാഠം അദ്ദേഹം പഠിച്ചത് അവിടെ നിന്നാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആ മലയാളിയിലായിരുന്നു അദ്ദേഹം ആദ്യം പത്രപ്രവർത്തനത്തിന്റെ കളരിയിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. അത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ മാതൃഭൂമിയിലെ പ്രവർത്തിച്ചിട്ടുള്ളൂ, മറ്റെവിടെയും ജേർണലിസ്റ്റായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടേ ഇല്ല. മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം മാതൃഭൂമിയാണ് MTയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാലം. അല്ലെങ്കിൽ MT ആയതിനും മാതൃഭൂമി ആയതിനും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുത്തും വാങ്ങിയും ജീവിച്ച ഒരു ജീവിതമാണ്. അസാധാരണമായൊരു ഐക്യം അല്ലെങ്കിൽ ഒരു പാരസ്പര്യം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് MT പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട്. MT എൻ്റെ മറ്റൊരു വീടാണ് എന്നുള്ള രീതിയിലുള്ള സംഭാഷണം ശ്രീകുമാറിൻ്റെ പുസ്തകത്തിലും പറയുന്നുണ്ട്. പക്ഷേ അത്ഭുതകരമായിട്ടും ശ്രീകുമാർ പറയുന്ന ഒരു സ്ഥലത്ത് MT അവസാനമായി മാതൃഭൂമി വിട്ടുപോകുന്ന ഒരു യാത്രയപ്പ് പോലും ഇല്ലാതെ പോയ അതെന്താണ്? അത് 2 ഘട്ടങ്ങളിൽ മാതൃഭൂമി അദ്ദേഹം പോവുകയും, ആദ്യഘട്ടത്തിൽ ഇതേപോലെ തന്നെ തിരുവനന്തപുരത്തേക്ക് മാതൃഭൂമിയുടെ ആഴ്ചപ്പതിപ്പിന്റെ ഓഫീസ് മാറ്റുന്നു. അദ്ദേഹം അവിടെ ചെല്ലുന്ന ഒരു ദിവസം മാത്രം അവിടെ ജോലി ചെയ്തിട്ട് പോരുകയും തിരിച്ച് കോഴിക്കോട്ട് വന്നിട്ട് വളരെ ആക്ഷേപഹാസ്യം നിറഞ്ഞ ഒരു രാജിക്കത്ത് കൊടുത്ത, അത് വളരെ പ്രൊവോക്കേറ്റിംഗ് ആയിട്ടൊരു രാജിക്കത്താണ്. അത് രാജിക്കത്തിന്റെ മുഴുവൻ ഫോം അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. വരികൾ ഇങ്ങനെ മാതൃഭൂമിയുടെ തമ്പുരാക്കന്മാർ അറിയാൻ വേണ്ടിയിട്ട് എനിക്ക് കൊലക്കയറ്, അതുപോലെ തന്നെ കഴുമരം പോലുള്ള ശിക്ഷകൾ വിധിക്കാതിരിക്കാൻ അപേക്ഷ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ളൊരു വളരെ ഒരു വലിയ ധൈര്യമാണ് മാതൃഭൂമിയിലെ സ്ഥാപനത്തിൽ അങ്ങനെ കൊടുത്തിട്ടാണ് അദ്ദേഹം പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 10 വർഷത്തിന് ശേഷം അദ്ദേഹത്തെ വീണ്ടും മാതൃഭൂമിയുടെ സാരഥികൾ വിളിച്ചുകൊണ്ട് വന്ന്, അദ്ദേഹത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വന്ന് മാതൃഭൂമിയുടെ പീരിയോഡിക്കൽസ് എഡിറ്ററായിട്ടാണ് രണ്ടാമത്തെ വരവ്. പീരിയോഡിക്കൽസ് എഡിറ്ററായിട്ട് ആ കസേരയിൽ വന്നിരുന്നിട്ട് അദ്ദേഹം ആദ്യം ഫോൺ വിളിക്കുന്നത് NP മുഹമ്മദിനെയാണ്. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, കണ്ടോടാ, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടവർ തന്നെ എന്നെ സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നു, ഞാനിപ്പോൾ ഇരിക്കുന്നത് മാതൃഭൂമിയുടെ പീരിയോഡിക്കൽസ് എഡിറ്ററുടെ കസേരയിലാണ് എന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. ആ ഘട്ടത്തിലാണ് ഞാനൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ, ഞാനും സഹദേവേട്ടനൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആ സമയത്താണ്. 99 വരെ അദ്ദേഹം ഉണ്ടായിരുന്നു. 99 ഒരു ദിവസം രാവിലെ അദ്ദേഹം ഇങ്ങനെ പോകുന്നു എന്നൊക്കെയുള്ള ചില സൂചനകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ കൃത്യമായിട്ട് അറിയില്ല. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മാനേജ്മെന്റുമായിട്ടൊക്കെ ഉണ്ടായൊരു സമയം കൂടിയാണ്. അന്ന് അദ്ദേഹം രാവിലെ കഴിയുന്നത് നേരത്തെ എത്തുന്നു, എത്തിയിട്ട് മേശപ്പുറമൊക്കെ അടുക്കി വൃത്തിയാക്കുന്നു. എന്നിട്ട് എന്നെ അകത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീകുമാരൻ, ഇതിന്ന് കുറേ പുസ്തകങ്ങൾ ഇരിക്കുന്നുണ്ട്, ഓതേഴ്സ് കോപ്പി, ഏതെങ്കിലും കോപ്പി എടുത്തോളൂ എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ അസുരവിത്തും മഞ്ഞും അങ്ങനെ 2 പുസ്തകങ്ങൾ എടുക്കുന്നു. അദ്ദേഹം അതിൽ ഒപ്പിട്ട് എനിക്ക് തന്നു. ഞാനിങ്ങനെ തിരിച്ചു നടക്കാൻ സമയത്ത് പുള്ളി അവിടെ നിന്ന് സാറിൻ്റെതായ ഒരു ബാലസാഹിത്യ കൃതിയും കൂടി ഒപ്പിട്ട് തന്നിട്ട്, ശ്രീകുമാരൻ ബാലസാഹിത്യം എഴുതുന്ന ആളാണ്, എന്നെ ശ്രീകുമാരൻ എന്നാണ് വിളിക്കുക, ശ്രീകുമാർ എന്നല്ല, ശ്രീകുമാരൻ എന്ന ഒരു വാത്സല്യം ആ വിളിയിലുണ്ട്. അതും കൂടി ഒപ്പിട്ട് പോകുന്നൊരു സമയമുണ്ട്. അതിനുശേഷം ഇതെല്ലാം എടുത്ത് കയ്യിൽ കുറച്ച് കടലാസുകളൊക്കെ കക്ഷത്തിൽ വെച്ചിട്ട് ഇതുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി താഴെ ചെന്ന്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്, ആ വണ്ടി കയറി അങ്ങോട്ട് പോവുകയാണ്. ആരും അദ്ദേഹത്തോട് യാത്ര പറയലോ ഇല്ലാത്തൊരു വളരെ വേദനാകരമായിട്ടുള്ളൊരു സന്ദർഭം എനിക്കന്ന് ഓർമ്മ വന്നിട്ടുണ്ട്. പക്ഷെ അതിനുശേഷവും അദ്ദേഹം മാതൃഭൂമിയുടെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുകയും മാതൃഭൂമിയുടെ ഷോറൂം ഉദ്ഘാടനമൊക്കെ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പങ്കെടുക്കുകയും ഉള്ളുകൊണ്ട് മാതൃഭൂമിയോട് വലിയൊരു വാത്സല്യം എല്ലാ കാലത്തും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ചില സന്ദർഭങ്ങളിൽ സ്വാഭാവികമായും മാനേജ്മെന്റുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് വേണ്ടി പോരേണ്ടി വന്നു എന്നതൊഴിച്ച് ഒരുപക്ഷെ ആ ഒരു ഇടവേളയായിരിക്കും അദ്ദേഹത്തെ സിനിമയിൽ ഇത്രയേറെ തിളക്കമുള്ള ഒരു തിരക്കഥാകൃത്താക്കി മാറ്റിയത്. ആദ്യത്തെ ഇടവേളയാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം വരെ മാതൃഭൂമി പുരസ്കാരം വാങ്ങിയ സമയത്തൊക്കെ തന്നെ മാതൃഭൂമിയോട് വലിയൊരു അനുഭാവം മനസ്സിലുണ്ടായിരുന്നു. മാതൃഭൂമിയിലെ
ആ കാലം അദ്ദേഹം ഒരിക്കലും മറന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇത് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. കാരണം അവരിലൂടെ തന്നെ അത് വരുന്നു. എം ടിയുടെ ജീവചരിത്രം വരുമ്പോൾ ഇത്രയും വലുത് മാതൃഭൂമിയുടെ ചരിത്രം കൂടി പറഞ്ഞുകൊണ്ടുള്ള ജീവചരിത്രം എന്നുള്ളത് ശരിയായി. ശ്രീമാൻ അതിനിടെ പറഞ്ഞു തിരക്കഥകളിലേക്ക് വന്നു. ഒരുപക്ഷെ എം ടി ആയിട്ട് ഞാനൊരു അഭിമുഖം നടത്തിയപ്പോൾ എം ടി ഒന്ന് സിനിമയെക്കുറിച്ച് ചോദിച്ചപ്പോൾ സിനിമ ഞാൻ അത്ര ഗൗരവമായി എടുത്തിട്ടില്ല, എൻ്റെ സിനിമയിലെ പ്രവർത്തനങ്ങൾ ഞാൻ അത്ര ഗൗരവമായി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അതേസമയം സിനിമ കമ്പം ആദ്യം മുതലേ ഉണ്ടായിരുന്നു താനും. അതിൻ്റെ ഒരു കൃത്യമായ സിനിമയുമായിട്ടുള്ള ആ കാര്യങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടാണോ എങ്ങനെയാണ് അത് എഴുതിയത് എന്നുള്ളത്? സിനിമയായിട്ട് മൊത്തം ഞാൻ അദ്ദേഹം എഴുതിയ മൊത്തം തിരക്കഥകളുടെ ലിസ്റ്റ് എടുക്കുകയും ഒരു 2-3 ദിവസം ഇരുന്നിട്ട് ഓരോ തിരക്കഥയും ഞാൻ അങ്ങോട്ട് ചോദിക്കുക ചെയ്തത്. ഈ തിരക്കഥ ഇങ്ങനെയാണല്ലോ, ഉയരങ്ങളിൽ അദ്ദേഹം ഒരു സസ്പെൻസ് ത്രില്ലർ കഥ എഴുതിയൊരു സാധനമാണ്, ഇത് എങ്ങനെയാണ് മനസ്സിലേക്ക് വന്നത്? ഓരോ തിരക്കഥയും എടുത്തെടുത്ത് ചോദിക്കുകയും അതിൻ്റെ നിർമ്മാതാവ്, അതിൻ്റെ സംവിധായകൻ, അതിൻ്റെ ലൊക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. വളരെ എനിക്ക് തോന്നുന്നു അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു അതൃപ്തി എന്ന് പറയുന്നത് 2-ാം ഊഴം സിനിമയായിട്ടില്ല എന്നുള്ളതിലാണ്. ഒരുപാട് സ്ട്രെയിൻ എടുത്തതാണ്. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഒരു വികാരങ്ങൾക്ക് അടിമപ്പെട്ട ഒരാളായിട്ട് ഞാൻ കണ്ടത് ആ സിനിമയുടെ നിയമ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്താണ്. അത് അവസാനത്തെ കോടതി വിധി വരുന്നത് വരെ വല്ലാത്തൊരു പിരിമുറുക്കം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അത് കാരണം അതിന്റെ ഇംഗ്ലീഷ് തിരക്കഥയൊക്കെ വായിച്ച് നമ്മളോട് പറയുമ്പോൾ ഉണ്ടായിരുന്ന ഒരു വിഷമം ഉണ്ടല്ലോ. അത് മരിക്കുന്നതിന് മുമ്പ് അതൊന്ന് ഇറങ്ങി കാണണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് നടന്നില്ല എന്നുള്ളത് മാത്രമാണ് ഒരു വലിയ. പക്ഷെ സിനിമയിൽ തന്നെ ചില സിനിമകളുടെ തിരക്കഥയെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് വളരെ താല്പര്യത്തോടുകൂടി, വടക്കം വീരഗാഥ എഴുതാനൊക്കെ അദ്ദേഹം എടുത്ത ഒരു സ്ട്രെയിനെ കുറിച്ച്, ഒരു വണ്ടി പുസ്തകങ്ങളുമായിട്ട് കുഞ്ഞികൃഷ്ണനൊക്കെ കൊടുത്ത പുസ്തകങ്ങളൊക്കെ ആയിട്ട് ഇത് പഠിക്കാനിരിക്കുന്നതും അതിനുശേഷം എഴുതാൻ തുടങ്ങുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. പെരുന്തച്ചൻ പോലുള്ള കഥകൾ, പഴശ്ശിരാജ പോലുള്ള തിരക്കഥയൊക്കെ എഴുതുന്ന സമയത്ത് അതേസമയം വളരെ ഫ്രീ ആയിട്ട് 7 ദിവസം കൊണ്ട് തിരക്കഥ എഴുതി കൊടുത്ത് 100-150 ദിവസം ഓടിയ സിനിമകൾ ഐ.വി. ശശിയും അതുപോലെ തന്നെ ഹരിഹരനൊക്കെ സംവിധാനം ചെയ്ത സിനിമകൾ ഒരുപാടുണ്ട്. അതോടൊപ്പം ഭരതനെ പോലുള്ള ആളുകളുടെ ഒപ്പം ഇപ്പോൾ വൈശാലിയെക്കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. വൈശാലിയുടെ എഡിറ്റിംഗ് പോലും ചെയ്തത് എം ടി ആണെന്ന് അതിൽ പറയുന്നുണ്ട്. ആ സമയത്തേക്ക് ഭരതന് കുറച്ച് താല്പര്യമില്ലാത്തൊരു സമയം വന്ന സമയത്ത് 4 മണിക്കൂർ സിനിമ ഷൂട്ട് ചെയ്തിട്ട് ഭരതനങ്ങ് പോയി കളയുകയാണ് ചെയ്യുന്നത്. പിന്നെ എം ടിയും അന്ന് സഹസംവിധായകനായിട്ടുള്ള ജയരാജും കൂടി ഇരുന്നിട്ടാണ് ഈ എഡിറ്റിംഗ് അതിൽ പൂർത്തിയാക്കിയിട്ട് ഇതിനെ ഒരു 3 മണിക്കൂറുള്ള ഒരു സിനിമയാക്കിയിട്ട് മാറ്റുന്നത്. തീർച്ചയായും ശോഭന പരമേശ്വരൻ നായരുമായിട്ടുള്ളൊരു ബന്ധമാണ് സിനിമയിലേക്ക് എത്തിച്ചത് നമ്മൾ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു 10-60-ലേറെ തിരക്കഥകൾ എഴുതിയിട്ട് എനിക്ക് തോന്നുന്നു 63 സംവിധാനം നടത്തിയിട്ടുണ്ട്. പക്ഷേ എം ടിയുടെ സിനിമ സംവിധാനം എന്നുള്ളതിൽ നിർമ്മാല്യം എപ്പോഴും മാറി നിൽക്കും. നിർമ്മാല്യത്തെക്കുറിച്ച് പറയുന്നതിന് അദ്ദേഹത്തിന് മടിയുമില്ല. നിർമ്മാല്യത്തെക്കുറിച്ച് പറയുമ്പം എം ടി തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സിനിമ ഇന്ന് ആലോചിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അങ്ങനെ ഒരു കാലത്തിൻ്റെ മാറ്റം എം ടിയിൽ വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു സാമൂഹികമായ മാറ്റങ്ങൾ. അപ്പോൾ അത് പിന്നെ അതുപോലെ തന്നെ എം ടി സാമൂഹികമായ പ്രശ്നങ്ങളിൽ ഇടപെട്ടത്, അതിനെക്കുറിച്ചൊന്ന് അത് എം ടിക്കെതിരെ ചിലർ ഉന്നയിച്ച കാര്യങ്ങളും കൂടിയായിരുന്നു. ചില കാര്യങ്ങളിൽ തീരെ മൗനിയായിട്ടിരിക്കുന്നു, ചില കാര്യങ്ങൾ പ്രതികരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അത് അവസരം ഉപയോഗിച്ച് ഓരോരുത്തർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മാത്രമാണ്. പക്ഷെ അദ്ദേഹം അക്കാര്യം ഞാൻ ചോദിച്ചിരുന്നു, ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടല്ലോ എന്ന് ചോദിച്ചതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, എല്ലാ പ്രശ്നങ്ങളിലും ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഉടനെ പ്രസ്താവന ഇറക്കുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ പ്രസ്താവനയുടെ ലിസ്റ്റിൽ ഒപ്പിടുമൊന്നും ഞാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ചില മനുഷ്യരാശിയെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ, ചില അനീതികളുടെ പേരിൽ പ്രതികരിക്കണമെന്ന് എനിക്ക് തോന്നുന്ന സന്ദർഭങ്ങളിൽ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്, ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ 1-2 പറയുകയാണെങ്കിൽ, ഒന്ന് ചാലിയാർ നദി ഗ്വാളിയോർ റയോൺസിൻ്റെ പ്രശ്നത്തിൽ മലിനപ്പെട്ട സമയത്ത് അതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു. മാറാട് 2 വിഭാഗക്കാർ തമ്മിൽ വലിയ പ്രശ്നമുണ്ടായ സമയത്ത് യേശുദാസിനൊപ്പം കോഴിക്കോട് വേദിയിൽ മാനവമൈത്രി വേദിയിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നോട്ട് നിരോധനത്തിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ തുഗ്ലക്ക് പരിഷ്കാരം എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് മാറുന്നതാണ്. പെരിങ്ങോം ആണവ നിലയം വന്നപ്പോൾ അതിനെതിരെയുള്ള സമരത്തിൽ മുന്നിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ KLF-ന്റെ ഓർമ്മയുണ്ടാവും, KLF-ന്റെ വേദിയിൽ ഇരുന്നു കൊണ്ട് മുഖ്യമന്ത്രി, അത് അന്ന് തീരെ അദ്ദേഹത്തിന്റെ സംസാരം ക്ലിയർ ആയതുകൊണ്ട് ഇത് പറഞ്ഞപ്പോൾ ഒന്നും ആളുകൾക്കൊന്നും മനസ്സിലായിട്ടില്ല. ടെക്സ്റ്റ് വന്നപ്പോഴാണ് ഇത് വളരെ അതിന്റെ ഒരു കാര്യം. ഞാൻ അതിന്റെ തലേന്നും ഒക്കെ അദ്ദേഹത്തെ കാണാൻ പോകുന്നുണ്ട് ഈ പുസ്തകത്തിന്റെ കാര്യത്തിൽ. അപ്പോൾ ഇതിങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ്, ഇത് പറഞ്ഞേ തീരൂ എന്ന് ഉറപ്പിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. അങ്ങനെ പറയേണ്ടടുത്ത് മാത്രം ആറ്റിക്കുറുക്കി ഏറ്റവും കുറഞ്ഞ വാക്കുകൾ പറഞ്ഞതുകൊണ്ടാണ് എം ടിയുടേതിന് ഇത്ര വലിയ പ്രാധാന്യം കിട്ടുന്നത്. അങ്ങനെയുള്ള വിമർശനത്തിന് വിധേയരായവർ പോലും അതിനെ വിട്ടുകളയുക അല്ലെങ്കിൽ അതിനെ അവഗണിക്കുക, അതിനെ പ്രതിരോധിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് പത്മനാഭനുമായിട്ടുള്ള ഇഷ്യൂ തന്നെ നമുക്കറിയാലോ. ഒറ്റ വാചകത്തിൽ മാത്രം ഒരു മറുപടി പറഞ്ഞ ആ മറുപടി വളരെ എത്രയോ കാലത്തിന് ശേഷവും ആ മറുപടി ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പറയേണ്ടടുത്ത് മാത്രം പറയുക എന്നുള്ളത് എം ടിയുടെ ഒരു വലിയ, അത് കുറിച്ചു കൊള്ളുക തന്നെ ചെയ്യും. വെറുതെ ഒരു പ്രസ്താവന നടത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് സെലക്റ്റീവായ കാര്യങ്ങളിൽ നിർബന്ധപൂർവ്വം പറയുന്ന ഈ പ്രതികരണങ്ങൾ
MT വേറിട്ട് നിർത്തുന്നുണ്ട്. അതിന് വളരെ സൂക്ഷ്മ ശ്രദ്ധയുണ്ടായിരിക്കും. നമ്മളൊക്കെ പോയാൽ പോലും കേരളത്തിലെ ഏറ്റവും അത്രയൊന്നും പ്രസക്തമല്ലാത്ത ഒരു നേതാവിൻ്റെ പോലും പ്രസ്താവന അതെന്താ അയാൾ അങ്ങനെ പറഞ്ഞതെന്ന് അന്വേഷിക്കുകയും, ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞ KLF പ്രശ്നം തന്നെ തലേദിവസം ഞാൻ പോയപ്പോൾ ഞാൻ ചിലതൊക്കെ പറയുന്നുണ്ട്, എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ നമുക്ക് പ്രതികരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആരാണ് മറുപക്ഷത്ത് എന്ന് നോക്കാതെ വിഷയത്തെ കേന്ദ്രീകൃതമായി പ്രതിപാദിക്കുന്നതിൽ അദ്ദേഹം വളരെയധികം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സാമൂഹ്യ വീക്ഷണം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും വളരെ ചെറുപ്പകാലത്തിൽ ആദ്യകാലത്ത് എഴുതിയതാണ് മാർക്സിനെ കുറിച്ചുള്ള ജീവചരിത്രം എന്ന് പറയുന്നത്. വലിയ കാല നേതാക്കന്മാരെ കുറിച്ചും കൃത്യമായ വിലയിരുത്തലുകൾ MT നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം. മറ്റൊരു വലിയ കാര്യം എന്ന് പറയുന്നത് MTയുടെ ഒരു അത്ഭുതപ്പെടുത്തിയ എന്തെങ്കിലും ഉണ്ടോ? ഒരുപക്ഷെ MTയെ അറിയുന്ന ശ്രീകുമാർ, വർഷങ്ങളായിട്ട് മാതൃഭൂമിയിലൂടെയും തുഞ്ചൻപറമ്പിലൂടെയും അറിയുന്ന ശ്രീകുമാർ ഈ ജീവചരിത്രം എഴുതുന്നതിനിടയിൽ ശ്രീകുമാറിനെ അത്ഭുതപ്പെടുത്തിയ അല്ലെങ്കിൽ ഞെട്ടിച്ച എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞോ? ഒന്ന്, ഈ അദ്ദേഹത്തിൻ്റെ 90-ാം പിറന്നാൾ തുഞ്ചൻപറമ്പ് ആഘോഷിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഞാൻ തുഞ്ചൻ ട്രസ്റ്റിലെ ആളുകളും ഞങ്ങളും ഒക്കെ ചെന്ന് സാറിനോട് പറയാണ് നടത്തണം. അപ്പോൾ പുള്ളി സാർ അപ്പോഴേ പറഞ്ഞു, വേണ്ട, ഞാൻ ചെയർമാനായിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ എൻ്റെ 90-ാം പിറന്നാൾ ആഘോഷിക്കുക എന്ന് പറയുന്നത് ചീത്തപ്പേരിന് ഇടയാക്കും എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ സ്നേഹ നിർബന്ധങ്ങൾക്ക് വഴങ്ങിയിട്ടാണ് അദ്ദേഹം അതിന് സമ്മതം മൂളുന്നത്. അപ്പോൾ കോഴിക്കോട് നിന്ന് ഞാനും ഡ്രൈവറും MTയും കൂടെ ഒരുമിച്ചാണ് തുഞ്ചൻപറമ്പിലേക്ക് വരാറ്. അപ്പോൾ ഇത് നന്നായി ചെയ്യണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുള്ളൊരു കാര്യം കൂടിയായിരുന്നു. കാരണം തുഞ്ചൻപറമ്പിലാണ് അത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ആഘോഷിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു പല ആഘോഷങ്ങളും നവതി ആഘോഷങ്ങളും ഉണ്ടായെങ്കിലും തുഞ്ചൻപറമ്പിലെ ആഘോഷമാണ് ഏറ്റവും ശ്രദ്ധേയമായി തീർന്നത്. അപ്പോൾ അതിൽ ഒരു തവണ ഇങ്ങനെ പോരുന്ന സമയത്ത്, ഇതിന് തൊട്ട് മുമ്പുള്ള 5 ദിവസം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, പൂർണ്ണമായിട്ടും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പോരുന്ന വഴിക്ക് ഈ തിരൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ മുതൽ തുഞ്ചൻപറമ്പ് വരെയുള്ള സ്ഥലത്ത് മുഴുവൻ വലിയ വലിയ കട്ടൗട്ടുകൾ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ അദ്ദേഹം ഭയങ്കര അസ്വസ്ഥനായി മാറി സാർ. എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ നമ്മളോട് ഇതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, ഇത് എന്തിനാണ് എൻ്റെ ഫോട്ടോ ഇങ്ങനെ വെച്ചതെന്നൊക്കെ ചോദിക്കുകയും വല്ലാത്ത ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ ചെന്നിരുന്ന ഈ ഓരോ പിന്നെ ഇതിലെ എന്തൊക്കെ ഫംഗ്ഷനുകൾ വേണം, എന്തൊക്കെ പരിപാടികൾ വേണം, ഷെഡ്യൂൾ എങ്ങനെ വേണം എന്നൊക്കെ ആലോചിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ അതിലൊന്നും ഇടപെടില്ല. കാരണം ഇത് എൻ്റെ പിറന്നാൾ ആഘോഷത്തിൽ ഞാൻ പറയുന്നത് ശരിയല്ല, പക്ഷേ പരാതിക്ക് ഇടവരാത്ത വിധത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്തോളണം എന്ന് പറഞ്ഞ ഒരു ഫ്രീ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം പരിപാടികളിലെല്ലാം വന്നിരിക്കുകയും, അപ്പോൾ ഡാൻസിനൊക്കെ എല്ലാ പരിപാടിയും കുറച്ച് നേരമെങ്കിലും ആ മുമ്പിൽ വന്നിരിക്കുകയും, അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഗോപുരനടയിൽ നമ്മൾ വീണ്ടും അവിടെ കളിച്ച ഒരു സമയമുണ്ട്. അദ്ദേഹം എഴുതി സംഗമം തിയേറ്റേഴ്സ് അവതരിപ്പിച്ച നാടകം കോട്ടക്കൽ മുരളിയുടെ നേതൃത്വത്തിൽ അത് കളിച്ചു. അതിന് മാത്രം അദ്ദേഹം വന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറൊന്ന് കുറച്ച് നേരം വന്നിരിക്കില്ലേ കാണാനായിട്ട്? അപ്പോൾ അത് ഞാൻ വരാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ പിന്നെ വന്നില്ല. കുറച്ച് നേരം ഈ നാടകം തുടങ്ങി ഞങ്ങളിത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ഫോൺ വരികയാണ്, സാറ് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അകത്തേക്ക് എന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് നരൻ എന്നുള്ള കഥാപാത്രം എങ്ങനെയുണ്ട്, നാടകത്തിലെ ലൈറ്റ് എങ്ങനെയുണ്ട്? അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ എന്താ കാണാൻ വരാതിരുന്നത്, ഇത്രയും വലിയൊരു കാലത്തിന് ശേഷമല്ലേ? അത് ശ്രീകുമാർ, ആ നാടകം ഞാൻ ഒരുപാട് കണ്ടതാണ്. അതിലന്ന് വിക്രമൻ നായരും വിൽസൺ സാമുവലും ബാബു പറശ്ശേരിയും ഒക്കെ അഭിനയിച്ച ഒരു കാലം ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് ഈ നാടകം അതുമായിട്ട് എനിക്ക് താരതമ്യം ചെയ്യേണ്ടി വരും, മോശമാണെങ്കിൽ എനിക്ക് സങ്കടം വരും, അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നതെന്ന് പറഞ്ഞ. ഇതെല്ലാം കഴിഞ്ഞ് ഈ ഓരോ ദിവസവും ഈ പരിപാടികളുടെയൊക്കെ ഒരു പുരോഗതി എന്നോട് ചോദിക്കും. അവസാന ദിവസം ഞാൻ ചെന്നിരുന്നു. അപ്പം മഴയൊന്നും ഇല്ലാതെ നന്നായി പരിപാടി നടത്തി, എല്ലാ സെഷനിലും നിറച്ച ആളുകളായിരുന്നു. ഷെർലക്ക് നാടകമായിട്ടൊക്കെ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ചെന്നിരുന്ന അദ്ദേഹത്തിൻ്റെ കട്ടിലിൻ്റെ അടുത്ത് ഞാൻ വന്നിരുന്നു. അപ്പോൾ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സാറിൻ്റെയും കൂടെ അനുഗ്രഹം ഉണ്ടായിരുന്നു, എഴുത്തച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു, മഴയൊന്നും പെയ്യാതെ പരിപാടിയെല്ലാം വിജയിപ്പിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ശ്രീകുമാരനൊക്കെ കൂടി ശ്രമിച്ചുകൊണ്ട് നന്നായതാണെന്ന് പറഞ്ഞ് എൻ്റെ തലയിൽ കൈവച്ചൊരു സന്ദർഭം ഉണ്ടായിരുന്നു. ശരിക്കും മനസ്സ് നിറഞ്ഞ ഒരു ഒരു കാരണം അത്രയും നമുക്കും ടെൻഷൻ ഉണ്ടായിരുന്നു, ഇത് എവിടെയെങ്കിലുമൊക്കെ പാളി പോകുമോ എന്ന്. ഇന്നത്തെ തുഞ്ചൻ ഉത്സവത്തിന് അദ്ദേഹം ഇല്ലായിരുന്നു. പ്രണാമം MT എന്നുള്ള പേരിൽ അതും അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഈ പിറന്നാളിൻ്റെ ദിവസത്തിൽ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അന്ന് പിറന്നാളിൻ്റെ ബഹളത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകം കൊടുത്തപ്പോൾ ഞാൻ പുറത്തോട്ട് വന്നു. ഭയങ്കര തിരക്കായിരുന്നു, വലിയ വലിയ ആൾക്കാരൊക്കെ മുറിയിലുണ്ട്. പക്ഷെ തൊട്ട് മുമ്പ് എന്നെ വിളിപ്പിച്ചിട്ട് എന്നോട് ചോദിച്ചത് കാമുവിൻ്റെ പ്ലേഗിലെ കഥാപാത്രത്തിൻ്റെ ഡോക്ടറുടെ പേര് ഓർമ്മയുണ്ട്. ദിവസം MT ഈ വലിയ ആഘോഷത്തിനുള്ളിൽ MTയുടെ ലോകം എന്ന് പറയുന്നത് വായനയും അതിൻ്റെതായ ലോകത്ത് തന്നെയാണ്. തീർച്ചയായിട്ടും ശ്രീകുമാർ പത്മനാഭൻ്റെ കാര്യം പറഞ്ഞല്ലോ. പത്മനാഭനുമായിട്ടുള്ള വിവാദം മലയാള സാഹിത്യ സംബന്ധിച്ചിടത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് പത്മനാഭൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും തെറി പറഞ്ഞിട്ടില്ല എന്ന് പറയുകയുണ്ടായി. തീർച്ചയായിട്ടും MTക്ക് അത് കൃത്യമായിട്ട് ധാരണയുണ്ടായിരുന്നു. MT ആയതുകൊണ്ടാണ് അത് ഏറ്റുമുട്ടാത്തത്. MT ജയേന്ദ്രൻ നായരുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പിന്നെ താഴെ നോക്കി നടക്കണമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്, ഇഴജന്തുക്കൾ ഉണ്ടാവുമെന്ന് ഒറ്റ വാചകത്തിലൂടെ അടയാളപ്പെടുത്തി. ഈ പുസ്തകത്തിൽ പറയുന്ന വലിയൊരു മറ്റൊരു വിവാദം എന്ന് പറയുന്നത് ദേവനുമായിട്ടുള്ള വിവാദമാണ്. അതൊന്ന് പറയാമോ?
വളരെ അടുത്ത ആത്മസുഹൃത്തുക്കളായിരുന്നു ദേവനും. ആദ്യ പ്രമീള നായരുടെ കല്യാണം എല്ലാം കഴിഞ്ഞ് ആദ്യം പോകുന്നത് തന്നെ ദേവനൊക്കെ നേതൃത്വത്തിലുള്ള ഒരു ഇതിലാണ്. പക്ഷെ ഇവർക്കൊക്കെ ഒരു പ്രധാനമായിട്ട് തോന്നിയത് ഇവരോടൊപ്പം നിന്നിരുന്ന ഒരു എഴുത്തുകാരനായിരുന്നു MT. വളരെ വേഗം MT അവരുടെ ഉയരത്തിലേക്ക് എത്തിപ്പോയത് അത് ദേവന് മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പലരിലും വലിയ അസൂയ ജനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്. അതിന്റെ പേരിലുള്ള ചില വഴക്കുകളാണ് പിന്നീട് ദേവനും MTയുമായി വീണ്ടും ചേർന്ന സന്ദർഭമൊക്കെ ഉണ്ട്. കേസുകളെല്ലാം കഴിഞ്ഞ സമയത്ത് അതിലൊരു ഒരു ബോംബെയിൽ നിന്നുള്ള കൗമുദി പത്രത്തിൽ ഇദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയാണ്. അന്ന് UK കുമാരന്റെ ഒരു കഥ MT മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരു ആരോപണം വന്ന സമയമാണ്. അപ്പോൾ അതിൽ രണ്ടാമൂഴം എഴുതുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് ലേഖകൻ ചോദിച്ചു, രണ്ടാമൂഴം എന്നൊരു പുതിയൊരു നോവൽ എഴുതുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ദേവൻ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞു, രണ്ടാമൂഴം എഴുതുന്നുണ്ട്, മുമ്പത്തൊരു കഥ മോഷ്ടിച്ചതാണ്, ഇതിനി എവിടെ നിന്ന് മോഷ്ടിച്ചതാണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞൊരു വാചകമാണ് MTയെ ചൊടിപ്പിച്ചത്. അതേ തുടർന്നാണ് അത് കോടതിയിലെത്തുകയും ഇതൊക്കെ ഓരോ ചാപ്റ്ററായിട്ട് തന്നെ പുസ്തകത്തിൽ ഞാൻ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇത് ഒപ്പം നിന്നൊരാളുടെ വളരെ പെട്ടെന്നുള്ളൊരു വളർച്ചയിൽ ഉണ്ടാകുന്ന മനുഷ്യ സഹജമായ ഒരു അസൂയൊക്കെ തന്നെ ആവണം ഇതിന്റെ പുറകിലെന്ന് വിചാരിക്കുന്നു. പക്ഷെ പിന്നീട് അതെല്ലാം ഇപ്പൊ പത്മനാഭനായിട്ട് പോലും ആദ്യകാലത്ത് നല്ല ബന്ധം ഉണ്ടായിരുന്നു. അത് അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അവസാനം മരിച്ചു കഴിഞ്ഞപ്പോൾ വളരെ കാര്യമായിട്ട് എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സാധനം, അതും ആ ഭാഗവും ഞാൻ ഈ പുസ്തകത്തിൽ ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. MT പക്ഷേ ഇതൊന്നും ഒരു പകയായിട്ടോ വിരോധമായിട്ടോ മനസ്സിൽ കൊണ്ട് നടക്കാറില്ല. ഇതൊക്കെ മനുഷ്യ സഹജം എന്ന് വിചാരിച്ച് മറക്കാറാണെന്നുള്ളത് അതുകൊണ്ടാണ് അദ്ദേഹം മറുപടി പറയാത്തത്. തീർച്ചയായിട്ടും MTയെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുത്തുകാരനേക്കാൾ MT ആഹ്ലാദിച്ചിരുന്നത് അല്ലെങ്കിൽ MT ആഗ്രഹിച്ചിരുന്നത് ഒരു വായനക്കാരനാവാനാണ്. അത്രമാത്രം അദ്ദേഹം വായിച്ചിട്ടുണ്ട്. വായനയില്ലാതെ 3 മണിക്കൂറൊക്കെ ഒരു ദിവസം വായിച്ചാലേ എനിക്ക് ഉറക്കം വരും എന്ന് പറയുന്നൊരു മനുഷ്യൻ. ഈ പുസ്തകത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ചെറിയ രീതിയിൽ എനിക്കൊരു വിമർശനമുള്ളത് MTയുടെ വായനയെക്കുറിച്ചുള്ള അടയാളപ്പെടുത്തൽ അത്ര വേണ്ടത്ര നടന്നില്ല എന്നുള്ളതാണ്. ശ്രീമാനെ തോന്നുന്നുണ്ടോ അത്? വായനയെ പറ്റി ഒരു പുസ്തകം വന്നിട്ടുള്ളത് രാജഗോപാലിന്റെ പുസ്തകമാണ് വന്നത്. അത് തന്നെ MTയുടെ പുസ്തകങ്ങളിൽ നിന്നൊക്കെ ഒരു പുസ്തകമാണ്. ഇതിൽ ഞാനൊരു ഭാഗം പറയുന്നുണ്ട്. അതല്ല, ഞാൻ അതില് അദ്ദേഹം ആ ഒരു കണ്ണിന്റെ ഒരു ഡോക്ടർ, സ്ഥിരമായിട്ട് കാണുന്ന ഡോക്ടറുണ്ട്. ആ ഡോക്ടർ ഇല്ലാതിരുന്ന സമയത്ത് കണ്ണിന്റെ ഒരു പ്രശ്നം വന്നിട്ട് കോഴിക്കോടുള്ള ഒരു ലേഡി ഡോക്ടറെ കാണാൻ പോവാണ്. ഈ ഡോക്ടർക്ക് MTയെ അറിയില്ല. അപ്പൊ ചെന്നിരുന്നപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഒരു 10-30 പേജൊക്കെ വായിക്കുമ്പോഴും കണ്ണിന് സ്ട്രെയിൻ ആവുകയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു പ്രായം എത്രയായിരുന്നു ചോദിച്ചപ്പോൾ 89 വയസ്സായി എന്ന് ചോദിച്ചു. എടുത്ത വഴിക്ക് ആ ഡോക്ടർ ചോദിച്ചു 89 വയസ്സിൽ 30 പേജ് വായിച്ചാൽ പോരെ, ബാക്കി പിറ്റേന്ന് വായിച്ചാൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ക്ഷുഭിതനായി അവിടെ നിന്ന് എഴുന്നേറ്റ് പോരുകയും പുറത്തു വന്ന് കാറിൽ, ഞാൻ അവിടെ ഉണ്ട്, അപ്പോൾ കാറിൽ വന്ന് ഡ്രൈവറും ഞാനും ഒക്കെ സ്വയം പറയുകയാണ്, ഇതുങ്ങളോടൊന്നും വായനയുടെ പ്രാധാന്യം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ ഒരു ഘട്ടത്തിലേക്ക് വരുന്ന. പിന്നെ എനിക്കിതിൽ അദ്ദേഹത്തോട് ചോദിക്കാൻ, വായനയെ സംബന്ധിച്ച് എന്നോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിനപ്പുറത്തേക്കുള്ള ഒരു വിശദാംശങ്ങളിലേക്ക് ചോദിക്കാനും പറയാനുള്ളൊരു സംശയം അത് എനിക്ക് കിട്ടിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞ കുറച്ച് പുസ്തകങ്ങളുടെ പേരുകളൊക്കെ കോട്ട് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ മാത്രമാണ് സത്യത്തിൽ അതിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. വായന അദ്ദേഹം ഒരുപക്ഷെ എഴുത്തിനേക്കാൾ പ്രാധാന്യത്തോടെ കൊണ്ടു നടന്നിട്ടുള്ളതാണ്. എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം, ഇപ്പോൾ MTയും പത്മനാഭനും ഒക്കെ ഒരേ കാലത്ത് എഴുതിയ ആളുകളാണ്. പക്ഷേ MTയുടെ കഥകൾ കാലത്തിനനുസരിച്ച് വളർന്ന കഥകളാണ്. ഇപ്പോൾ ഇരുട്ടിന്റെ ആത്മാവിൽ നിന്നോ കുട്ടിയടത്തിയിൽ നിന്നോ കാഴ്ചയിലോ കൽപ്പാന്തത്തിലോ ഒക്കെ എത്തുമ്പോൾ, ഷെർലക്കിലൊക്കെ എത്തുമ്പോൾ വരുന്ന വളർച്ച എന്ന് പറയുന്നത് അദ്ദേഹം സമകാലികമായ സാഹിത്യം വളരെ നിരന്തരമായി വായിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ മറ്റു പല കഥാകൃത്തുക്കൾക്കും അതുപോലെ വളരാൻ സാധിക്കാത്തത് വായനയുടെ അഭാവമാണ് എന്നും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ പുതിയ കാലത്തെ വായന എന്താണ്, സംസാരത്തിലൊക്കെ തന്നെ നമ്മുടെ തുഞ്ചൻ ട്രസ്റ്റിന്റെ മീറ്റിംഗിലാണെങ്കിൽ പോലും 2 പുസ്തകത്തെ പറ്റി 2 വാചകം പറയാതെ ആ മീറ്റിംഗ് അവസാനിപ്പിക്കാറില്ല എന്നുള്ളത് പറയും. പിന്നെ നമ്മൾ അവിടുത്തെ മുഖ്യ അതിഥിയായിട്ട് ആരെ വിളിക്കണം എന്ന് പറയുമ്പോൾ ഇന്ന ഒരു സാഹിത്യകാരുണ്ട്, ആ സാഹിത്യകാരനെ നമുക്ക് വിളിക്കാം എന്ന് പറയുന്ന ഒരു ഡാൽ റിമ്പിൾ അടക്കമുള്ള എഴുത്തുകാരെ കുറിച്ചൊക്കെ പറഞ്ഞ ഒരു സന്ദർഭം കൂടി ഞാൻ ഓർക്കുന്നുണ്ട്. വായന എപ്പോഴും അദ്ദേഹം തീരെ വയ്യാത്ത സമയത്ത് മറ്റേ ലെൻസ് വെച്ച് വായിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം കൂടി എനിക്ക് ഓർമ്മയുണ്ട്. ആ തുഞ്ചൻ പറമ്പിലൊക്കെ വന്നാൽ ഇടയ്ക്ക് അവിടുത്തെ ലൈബ്രറി പോവുകയും അവിടുന്ന് 2-3 പുസ്തകം എടുത്ത് കാറിന്റെ ബാക്കിൽ വെക്കുകയും ചെയ്യുന്ന ഒരു, വായിക്കാൻ പറ്റാതെ വന്ന കണ്ണിന്റെ ബുദ്ധിമുട്ട് വന്നപ്പോൾ അത് വല്ലാതെ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം എഴുതുക എന്ന് പറയുന്നത് തനിക്ക് എഴുതി മെച്ചപ്പെടുത്താൻ കഴിയാത്തതായതിനാൽ പിന്നെ ഞാൻ എഴുതുന്നില്ല എന്ന് തീരുമാനിച്ചാണ്. പക്ഷെ വായന അവസാനം വരെ തുടരാൻ കഴിയണം എന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. തീർച്ചയായിട്ടും പിന്നെ ഒരു MT എന്ന് പറയുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത്, MT പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ അവനവനെക്കുറിച്ച് തുഞ്ചൻ പറമ്പിൽ വേണ്ട എന്ന് പറഞ്ഞാൽ വാരികകളിൽ, സ്വന്തം വാരികയിൽ അവനവൻ്റെത് എഴുതണ്ട എന്ന് പറഞ്ഞ ഒരാളാണ്. അത് എങ്ങനെയായിരുന്നു എന്ന് പറയാം? അതിൽ വളരെ ചുരുക്കമേ MTയുടേതായിട്ട് മാതൃഭൂമിയിൽ വളരെ കുറവാണ്. അതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതേപോലെ തന്നെ ഞാൻ എഡിറ്റർ ആയിരിക്കുന്നപ്പോൾ അദ്ദേഹത്തിന്റെ രചന വരുന്നത് ബാലഭക്തിയുടെ ചാർജ് ഉള്ള സമയത്ത് മാണിക്കക്കല്ല് എഴുതിയതാണ്. സ്വന്തം പേര് വെക്കാതെ ബന്ധുവായിട്ടുള്ള സരള എന്നുള്ള പേര് വെച്ചിട്ടാണ് അത് പ്രസിദ്ധീകരിച്ചത്. പിന്നെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ജയേന്ദ്രൻ നായരെ പോലെ വളരെ അദ്ദേഹമായിട്ട് വ്യക്തിപരമായ ബന്ധമുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഒരു പുസ്തകം ചോദിക്കുക, കൊടുക്കുക എന്നുള്ളൊരു വലിയ ആത്മബന്ധത്തിന്റെ കാര്യമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്ന മാതൃഭൂമിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ രചനകൾ ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്ന് കൂടി എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് കഥകൾ വന്നിട്ടുണ്ടോ, ഇപ്പോൾ വളർത്തുമൃഗങ്ങളിൽ തുടങ്ങിയിട്ട് 2-3 കഥകളാക്കി തന്നെ പ്രധാനമായിട്ട് വന്നിട്ടുള്ളൂ. പിന്നെ ചില ലേഖനങ്ങൾ ചില സമയത്ത് വന്നതല്ലാതെ നോവലുകളോ പോലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ മറ്റ് രചനകളാണ്. ഇപ്പോൾ ജയേന്ദ്രൻ നായർ മലയാളത്തിലുണ്ടായ കലാമതിലുണ്ടായിരുന്നപ്പോൾ അതിൽ നോവൽ വരുന്നു.
മലയാളത്തിലേക്ക് പോകുമ്പോൾ അതിലേക്ക് നോവൽ വരുന്നു. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു ബന്ധം. പിന്നെ കേരള ശബ്ദത്തിന് കുങ്കുമത്തിന് നോവൽ കൊടുക്കുന്നു, കാലം നോവൽ അതിൽ വരുന്നു. അപ്പോൾ അത് ആ ബന്ധങ്ങൾ അദ്ദേഹം എപ്പോഴും സൂക്ഷിച്ചു. അതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്ന് പറയുമ്പോൾ മാതൃഭൂമി പോലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു മാതൃകയുടെ പത്രാധിപരായിരിക്കും കേരളത്തിലെ ഓരോ എഴുത്തുകാരനും മാതൃഭൂമിയിൽ വരണമെന്ന് ആഗ്രഹിക്കും. അതേസമയം കുങ്കുമം പോലെയുള്ള ഒരു വാരികയിൽ തൻ്റെ നോവൽ കൊടുക്കാനുള്ള ഒരു വലിയൊരു ഇതുണ്ടല്ലോ, ആ ഒരു അന്തസ്സ് എന്ന് പറയുന്നത്. ഇനി സ്വന്തം ഞാൻ പത്രാധിപരായിരിക്കും എൻ്റെ പേര്, ഞാൻ ചെയർമാനായിരിക്കും എൻ്റെ പിറന്നാൾ നടത്തേണ്ട എന്ന് പറഞ്ഞ ഒരു മനസ്ഥിതി എപ്പോഴും ഉണ്ടായിരുന്നു. അത് നല്ല, നമുക്ക് വളരെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുക. എം ടിയെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുകുമാർ അഴീക്കോട് പറഞ്ഞ പോലെ അമിതമായ മിതഭാഷി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മലയാളി ധരിച്ചു വെച്ചിരിക്കുന്ന എം ടി വളരെ ചുരുക്കം മാത്രം വാക്കുകൾ പറയും, ചുണ്ടുകൾ കൊണ്ടുപോലും ചലനങ്ങൾ കൊണ്ടുപോലും സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ എം ടി വ്യക്തിപരമായ രീതിയിൽ അടുപ്പമുള്ള മനുഷ്യരോട് അങ്ങനെയല്ലാതെ എം ടി ശ്രീകുമാരൻ എനിക്കൊക്കെ അറിയാം. എം ടിയുടെ അത്തരം ശീലങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? അമിതമായ മിതഭാഷി എന്ന് അഴീക്കോട് പറഞ്ഞെങ്കിൽ എൻ്റെ ഒരു 1.5 വർഷത്തെ ഈ തുടർച്ചയായുള്ള സംസാരം വെച്ച് നോക്കുമ്പോൾ ഒരു മിതമായ അമിതഭാഷി എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് എനിക്കുള്ളത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അത്തരം കാര്യങ്ങളിൽ ഒന്ന്, അദ്ദേഹത്തിന് മനസ്സിന് അടുപ്പമുള്ള ഒരാളാവണം. പിന്നെ വരുന്ന ഒരാൾക്ക് കാര്യമാത്ര പ്രസക്തമായ എന്തെങ്കിലും പറയാനുണ്ടാവണം. വെറുതെ സമയം കൊല്ലാൻ ആരെയും താല്പര്യമില്ല. ഇപ്പം ഞാൻ തന്നെയാണെങ്കിൽ തന്നെയും ഞാൻ ചെന്നിട്ട് തുഞ്ചൻപറമ്പിൽ ഒരു കാര്യം അല്ലെങ്കിൽ എഴുത്തുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോരുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് വളരെ പ്രധാനമായിട്ട്. പിന്നെ ഒരാൾ വന്ന് കഴിയുമ്പോൾ ഞാൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്, ഒരാൾ കയറി വരുമ്പോൾ അയാളുടെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായി എം ടിക്ക് മനസ്സിലാക്കാൻ, എന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ കാര്യമുള്ള ഏതെങ്കിലും ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ വരുന്നതെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. അങ്ങനെ എന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി വരുന്ന ഒരാളാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനിർദ്ദയമായിട്ട് നിഷ്ഠൂരമായിട്ട് അവരെ ഒഴിവാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു നേരത്തെ മുൻകൂട്ടി പറഞ്ഞ ഒരാൾ വഴി പറഞ്ഞിട്ട് ഒരു ബോംബെയിൽ നിന്നൊരു പത്രലേഖകൻ വന്നിട്ട് 1.5 മണിക്കൂർ തുഞ്ചൻപറമ്പിലെ കോട്ടേജിലിരുന്നു. ഞാൻ ഇന്ന ആളാന്ന് പറഞ്ഞു, ഒന്ന് മൂളി. ഞാൻ ഇന്നതിന് വന്നാന്ന് പറഞ്ഞു, ഒന്ന് മൂളി. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പോട്ടെ എന്ന് പറഞ്ഞു പോയത് ഞാൻ കണ്ടതാണ്. വളരെ പേരുള്ള ഒരാൾ കൂടിയായിരുന്നു. നേരത്തെ വേറൊരാൾ വഴി പറഞ്ഞിട്ട് വന്നതാണ്. അത് അദ്ദേഹത്തിന് തോന്നുക എന്നുള്ളത് പ്രധാനമാണ്. എന്നോട് ഈ പുസ്തകം ഏൽപ്പിച്ച ഒരു വിശ്വാസ്യത ഉണ്ടായിരുന്നു. അത് പുസ്തക രൂപത്തിലാവും എന്നുള്ളൊരു തോന്നലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോൾ ചെന്നാലും ഉള്ള വളരെ ഒരു വാചാലം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ എനിക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തുഞ്ചൻപറമ്പാണ് എം ടിയെ സംബന്ധിച്ചുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡർ എന്ന രീതിയിൽ സാഹിത്യ അക്കാദമിക്ക് ഉണ്ടെങ്കിലും തുഞ്ചൻപറമ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തുഞ്ചൻപറമ്പിലെ എം ടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എം ടി ശരിക്കും അവിടുത്തെ ഒരു കാരണവരെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും. എം ടി അവസാനം വയ്യാതിരുന്ന സമയത്ത് പോലും എം ടി അവിടെയുണ്ട്, കോട്ടേജിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുഞ്ചൻപറമ്പിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്ന, അദ്ദേഹത്തിൻ്റെ ജീവിതം ശരിക്കും സമർപ്പിച്ചത് എഴുത്തച്ഛന് വേണ്ടിയിട്ട്, തുഞ്ചൻപറമ്പിന് വേണ്ടിയിട്ടും തന്നെയാണ്. അവാർഡിൻ്റെ തുകകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ സാഹിത്യ മ്യൂസിയം വരുന്നു, കുട്ടികളുടെ ലൈബ്രറി വരുന്നു. പിന്നെ ആദ്യകാലത്തൊക്കെ പുറത്ത് ഏത് പ്രോഗ്രാമിന് വിളിച്ചാലും നിങ്ങൾ എനിക്കൊന്നും തരണ്ട, പക്ഷെ നിങ്ങൾ തുഞ്ചൻപറമ്പിന് എന്ത് തരുമെന്ന് ചോദിക്കുന്ന ഒരു മാത്രം മതി. ഒരു തവണ അതേപോലെ വളരെ കാലത്തിന് മുമ്പാണ് ബോംബെയിൽ പോയി കുറേ മലയാളി സമാജക്കാരെ കൂടി സ്വീകരണം കൊടുക്കാൻ തുടങ്ങിയ ജ്ഞാനപീഠം കിട്ടിയ സമയത്താണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് എല്ലാ സ്വീകരണത്തിനും വരാൻ പറ്റില്ല, നിങ്ങൾ എല്ലാ മലയാളി സംഘടനകളും ചേർന്നിട്ട് ഒരു സ്വീകരണം നടത്തുക, അവിടെ വെച്ച് നിങ്ങൾ ഞാൻ എന്ത് തുഞ്ചൻപറമ്പിന് തരും എന്നുള്ളത്. വന്നതിന് ശേഷം ഒരു വലിയ ബാഗ്, ഒരു വലിയ പെട്ടിയുമായിട്ട് വന്നിട്ട് ഞങ്ങളുടെ സൂപ്രണ്ടിനെ അങ്ങോട്ട് വിളിപ്പിച്ചു കോഴിക്കോട്ടേക്ക്. ഇതിൽ കുറേ കാശുണ്ട്, നോട്ടുമാല അണിയിച്ചതാണ്, കാശുണ്ട്, അതൊന്ന് എണ്ണി നോക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം അതുമായിട്ട് കൊണ്ട് എത്ര പൈസ ഉണ്ടെന്ന് പോലും അറിയില്ല. ട്രെയിനിലൊക്കെ കയറി കൊണ്ടുവന്ന് കണക്ക് കൂട്ടിയപ്പോൾ അന്നത്തെ കാലത്ത് 14 ലക്ഷം രൂപയുടെ നോട്ടായിരുന്നു അതിലുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഏത് കാര്യങ്ങൾക്കും അദ്ദേഹത്തിന് തുഞ്ചൻപറമ്പ് കഴിഞ്ഞേ മറ്റൊന്നുണ്ടായിരുന്നുള്ളൂ. തുഞ്ചൻപറമ്പാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന മണ്ഡലം. അവിടെ ഉണ്ടാവുന്ന ഏത് പിഴവുകളും ഏത് പാളിച്ചകളും യാതൊരു ദയയുമില്ലാതെ അതിൽ ഇടപെടുകയൊക്കെ ചെയ്തിരുന്നു. അവിടെ ഒരു പ്രസംഗത്തിന് ഇന്ന ആളെ വിളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണോ വേണ്ടയോ എന്ന് കൃത്യമായി പറയാനുള്ള ഒരാൾ, ഇന്നത് കൊണ്ട് വേണ്ട എന്ന് പറയാനും ഇന്നത് കൊണ്ട് വേണമെന്ന് പറയാനുമുള്ള അവിടുത്തെ ഒരു കാരണവരെ പോലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു വലിയ ഊർജ്ജമായിട്ട് നിലനിന്നിട്ടാണ്. അദ്ദേഹത്തിൻ്റെ അഭാവം സ്വാഭാവികമായിട്ടും തന്നെ ഇപ്പോൾ ആ ഒരു ഊർജ്ജത്തെ കുറയ്ക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. തുഞ്ചൻപറമ്പിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു അനുഭവമുണ്ട്. ആരോ ഒരാൾ ഒരു 5 ലക്ഷം രൂപ തുഞ്ചൻപറമ്പിൽ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 5 ലക്ഷം രൂപയ്ക്ക് ഏറ്റവും നല്ല പുസ്തകങ്ങൾ ആ ലൈബ്രറിയിലേക്ക് വേണ്ടി കണ്ടെത്തണം എന്ന് പറഞ്ഞ് വാങ്ങിച്ച ഒരു അവസരമുണ്ട്. സ്വാഭാവികമായിട്ട് എം ടിയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്താൻ കഴിഞ്ഞു എന്നുള്ള ഭാഗ്യമുള്ളത് കൊണ്ട് എം ടി എന്ന് പറയുന്ന മനുഷ്യനിലെ വളരെ എന്താ പറയുക, നമുക്ക് കൗശലമുള്ള കൗതുകമുള്ള എം ടി ഉണ്ടാവും. ഒരുപക്ഷെ ബീഡി വലിക്കുന്ന എം ടി. ഒരു സംഭാഷണത്തിൽ ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നപ്പോൾ എം ടിയുടെ സിഗരലൈറ്റുകൾ 2 തീർന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ശ്രീകുമാറിന്? ഞാൻ തുറന്നു ചോദിക്കാൻ ചെയ്തു. എം ടിയുടെ മദ്യപാനം, എം ടിയുടെ പുകവലി, ഇതിനെപ്പറ്റി വളരെ രസകരമായിട്ട് ഉള്ള അനുഭവങ്ങൾ അദ്ദേഹം എന്നോട് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യകാലത്ത് വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന കാലത്ത് സിഗരറ്റിൻ്റെ മണം ഇഷ്ടമല്ലാത്ത ആളായിരുന്നു. അന്ന് വർഷത്തിലൊരിക്കൽ ഹോസ്റ്റലിൽ ഒരു ഫീസ്റ്റ് നടത്തും.
അവിടെ ഒരു നമ്പ്യാർ മാഷുണ്ട്. ഈ നമ്പ്യാർ മാഷ് എല്ലാ വിദ്യാർത്ഥികളുടെയും പോക്കറ്റിൽ ഓരോ സിഗരറ്റ് കൊണ്ടുവന്നു. ആ സമയത്ത് മറ്റ് ആളുകൾ വന്ന് സീനിയർ കുട്ടികൾ വന്നിട്ട് പറയും ഇത് ഞാൻ ബുക്ക് ചെയ്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തിട്ട് അതിന് പകരം അവരുടെ ലൈബ്രറി കാർഡ് വാങ്ങി പുസ്തകം വായിച്ചിരുന്നതാണ്. പിന്നീട് പതുക്കെ MB കോളേജിലേക്ക് എത്തുമ്പോഴേക്കും സിഗരറ്റ് വലിയൊക്കെ പതുക്കെ തുടങ്ങുന്നു. കോഴിക്കോട് എത്തിയപ്പോഴേക്കും സാഹിത്യകാരനാണെങ്കിൽ സിഗരറ്റ് വലിച്ചേ പറ്റൂ എന്നല്ല. കാരണം SK പൊറ്റക്കാടാണ് ഏറ്റവും പ്രധാനം. SK പൊറ്റക്കാട് മുന്തിയ സിഗരറ്റാണ് കയ്യിലുണ്ടാവുക. അതിങ്ങനെ എടുത്തിട്ട് അതിൽ നിന്നൊരു സിഗരറ്റ് എടുക്കും, എന്നിട്ട് വീണ്ടും പുറത്തേക്ക് വെക്കും. ഭയങ്കര പ്രലോഭിപ്പിക്കും, പക്ഷേ കൊടുക്കില്ല, വളരെ അപൂർവമായിട്ടേ കൊടുക്കുകയുള്ളൂ. ബഷീർ ആണെങ്കിൽ ബീഡി ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഒരു എഴുത്തുകാരനാവാൻ വേണ്ടി കൂടി അന്നത്തെ കഥകളിൽ ആദ്യകാല കഥകളിലൊക്കെ തന്നെ കാമുകന്മാരൊക്കെ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ സിഗരറ്റ് വലിയൊരു ശീലമാവുകയും ഒരു ദിവസം വളരെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞതാണ് ഈ സിഗരറ്റ് ഭയങ്കര അപകടമുള്ള കാര്യമാണ്, ബീഡിയാണ് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ബീഡി എന്ന് പറഞ്ഞാൽ തന്നെ മാംഗ്ലൂർ ഗണേഷ് ബീഡി എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ, അത് കോഴിക്കോട് അദ്ദേഹത്തിന്റെ 2 കടകളിൽ മാത്രമാണ് ഇത് കിട്ടിക്കൊണ്ടിരുന്നത്. അത് അവരുടെ ഏക കസ്റ്റമറും MT ആയിരുന്നു എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നത് ഈ ബാംഗ്ലൂർ ഗണേഷ് ബീഡിയുടെ അത്രയും സാറിന്റെ ജീവിതത്തിൽ ഒപ്പം ഉണ്ടായിരുന്ന വേറൊരു വ്യക്തികൾ പോലും ഇല്ല എന്നുള്ളതാണ്. ആ സമയത്ത് തുടങ്ങിയിട്ട് അവസാനത്തെ ഒരു ഗുരുതരാവസ്ഥയിൽ എത്തുന്ന സമയത്ത് മാത്രമാണ് ഇത് നിർത്തലാക്കിയപ്പോൾ വല്ലാത്തൊരു മെന്റലി വിത്ഡ്രോവൽ സിൻഡ്രോം ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. എന്നിട്ട് ഈ നിക്കോട്ടിൻ പാച്ചൊക്കെ ഒട്ടിച്ചിട്ടാണ് അതിനെ മറികടക്കാനായിട്ട് ശ്രമം നടത്തിയതെന്നുള്ളത്. മദ്യപാനത്തിന്റെ കാര്യത്തിലും അദ്ദേഹം ഇതേപോലെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ബ്രാൻഡിന്റെ പേര് വരെ ഇതിനകത്ത് പറയുന്നുണ്ട്. ആദ്യകാലത്തുണ്ടായിരുന്നു. അന്ന് പുറത്തിൽ കുഞ്ഞബ്ദുള്ള പോലെയുള്ള ഒരുപാട് പേര് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിലുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം പറയുകയും ഇപ്പൊ സിഗരറ്റ് ബീഡി അദ്ദേഹത്തിന്റെ ബീഡി എനിക്ക് തോന്നുന്നത് ഒട്ടും ഫോട്ടോജനിക് അല്ലാത്ത ഒരാളാണ് MT. ബഷീറും ഒക്കെ അങ്ങനെയാണ്. പക്ഷെ മലയാളികൾ ഏറ്റവും ആഘോഷിച്ചിരിക്കുന്ന MTയുടെ ഫോട്ടോകളാണ്. ഈ ഒരു ശരീരത്തിന്റെ അവിഭാജ്യ ഘടകം പോലെ ഈ ബീഡി കത്തു നിൽക്കുന്ന ഒരു കാര്യം, അതും നേരെയല്ല, ഒരു സൈഡിലേക്ക് ചെരിച്ചു വെച്ചിട്ട് ബീഡി കത്തിക്കുകയും അവസാന കാലത്തൊക്കെ പല പ്രാവശ്യം കത്തിച്ചാലും ഇത് കത്തില്ല. അങ്ങനെയുള്ളൊരു പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥയും കൂടി കണ്ടിട്ടുണ്ടായിരുന്നു. സാറ് മരിച്ചതിന് ശേഷം നമ്മൾ സാറിന്റെ കോട്ടേജ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തുനിന്ന് ഒരു മാംഗ്ലൂർ ഗണേഷ് ബീഡിയുടെ ഒരു പാക്കറ്റ് വരെ കണ്ടെത്തിയ ഒരു സന്ദർഭം നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഭയങ്കര ഒരു ബന്ധമായിരുന്നു സിഗരറ്റുമായിട്ടുള്ള. വീഡിയോയെക്കുറിച്ചുള്ള ഒരു എനിക്കുള്ള അനുഭവം കൂടി ഞാൻ പറയാം. ഇവിടെ മനോരഥങ്ങളുടെ കാര്യത്തിന് വേണ്ടി എറണാകുളത്തെ ഒരു ഹോട്ടലിൽ വന്നപ്പോൾ ഹോട്ടലിലെ താഴെയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ വലിക്കുന്നതിന് ഞാൻ വെറുതെ ചോദിച്ചു, ഈ വീഡിയോയ്ക്ക് പകരം വേറൊരു വീഡിയോ തന്നാൽ തിരിച്ചറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് തീർച്ചയായും തിരിച്ചറിയും, പക്ഷേ പഴയ ഗണേഷ് വീഡിയോയുടെ ഗുണമൊന്നും ഇതിലില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് വലിച്ച വീഡിയോ ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് പണ്ട് P. കുഞ്ഞിരാമൻ നായർ സ്വന്തം കൈകൊണ്ട് ചേർത്തുകൊണ്ട് തരുന്ന വീഡിയോൻ്റെ അതിൻ്റെ സുഖമൊന്നും അറിയില്ല. എന്തായാലും ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളെപ്പോലും വലിയ രീതിയിൽ ആഘോഷമാക്കി മാറ്റുകയും വളരെ ആധികാരികമായിട്ട് ജീവിതത്തെ കാണുകയും ഒരു വെറും വാക്ക് പോലും പറയാതെ കടന്നു പോവുകയും ചെയ്ത MTയെക്കുറിച്ചാണ് ശ്രീമാർ ഇത്രയും വലിയ 1000-ലധികം പേജ് വരുന്ന ഈ ജീവചരിത്രം തയ്യാറാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിൽ അഭിമാനിക്കാം. ഇപ്പോൾ MT ഇല്ല, ഈ പുസ്തകം ഇറങ്ങുമ്പോൾ MTയുടെ ആ അനുഗ്രഹാശിസ്സകളോടെ എഴുതിയ ഈ പുസ്തകം പുറത്തിറങ്ങുമ്പോൾ MT ഇല്ല. ഇപ്പോൾ MT ഇല്ലാത്ത കാലത്ത് ഈ ജീവചരിത്രം വരുമ്പോൾ എന്താണ് ശ്രീകുമാറിന് തോന്നുന്നു പറഞ്ഞ് നമുക്കിത് അവസാനം. എൻ്റെ മനസ്സിൽ ശരിക്ക് ഈ പുസ്തകം എഴുതി തീർത്ത് സാറിൻ്റെ ഒരു സാന്നിധ്യത്തിൽ ഇതൊരു പ്രകാശനം ചെയ്യും, ആദ്യത്തെ കോപ്പി സാറിനോട് കൊടുക്കുന്നു എന്നൊക്കെ പല പ്രാവശ്യം മനസ്സിൽ ഒരു സ്വപ്നം കണ്ട ഒരാളാണ് ഞാൻ. പക്ഷേ അദ്ദേഹം എനിക്കൊരു ഭാഗ്യം കിട്ടിയതെന്ന് വെച്ചാൽ ഈ പുസ്തകത്തിൽ വേണ്ട കാര്യങ്ങൾ മുഴുവൻ സ്വീകരിക്കുകയും അതിനുശേഷം ഞാനതെല്ലാം ഒരു ക്രമീകരിച്ചതിന് ശേഷം എനിക്കതിൽ സംശയങ്ങൾ വന്ന കാര്യങ്ങൾ കൂടി ദൂരീകരിച്ച് തന്നതിന് ശേഷമാണ് 3-ാമത്തെ പ്രാവശ്യം ആശുപത്രിയിൽ പോയി. 5 പ്രാവശ്യമാണ് അദ്ദേഹം ആശുപത്രിയിൽ അവസാനം വരുന്നത്. ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിയ സമയത്ത് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തായി ശ്രീകുമാര നമ്മുടെ പുസ്തകം എന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതെനിക്ക് മനസ്സിൽ വല്ലാതെ അവസാനം എൻ്റെ മകൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാണ്. ഞാൻ പോയി കാണുന്നു, ICU പോയി കാണുന്നു. അപ്പോൾ മുഖത്ത് മാസ്കൊക്കെ വെച്ച് തിരിച്ചറിയാത്തൊരവസ്ഥയിലാണ്. സത്യത്തിൽ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഈ വേദനയുടെ ലോകത്ത് നിന്ന് അദ്ദേഹം രക്ഷപ്പെടട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരാൾ കൂടിയാണ്. ആ കിടപ്പ് നമുക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം നമ്മളെപ്പോഴും വളരെ കരുത്തനായ ഒരിടത്തും കീഴടങ്ങാത്ത തലകുനിക്കാത്ത ഒരു MTയെ നമ്മൾ കണ്ടിട്ട് നിസ്സഹായ അവസ്ഥയിലുള്ള ഒരു MTയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പുസ്തകം അദ്ദേഹം മരിച്ചതോടുകൂടി എനിക്ക് വലിയൊരു പ്രയാസവും തോന്നി. കാരണം ഇതിൽ അതുവരെ ഒരു ബലമാണ് അദ്ദേഹം, ഏത് കാര്യത്തിനും ഒരു ബലമുണ്ട്. പക്ഷെ അദ്ദേഹം ഇല്ലാതെ ഇത് എഴുതി പൂർത്തിയാക്കി പ്രസിദ്ധീകരിക്കുക എന്നുള്ളൊരു അതിൽ വലിയ സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മാനസികമായ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന് കൊടുത്തൊരു വാക്കാണ് ഈ പുസ്തകം. അതുകൊണ്ട് പുസ്തകം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഏറ്റവും സമഗ്രമായി അടുത്ത തലമുറയ്ക്ക്, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും MT അറിയാം, ഒരുപക്ഷെ അടുത്ത തലമുറയിലേക്ക് ഇതായിരുന്നു MT, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ സർഗാത്മകമായ ക്രിയാത്മകമായ സംഭാവനകളെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം എന്ന നിലയിലാണ് ഈ പുസ്തകം എൻ്റെ കഴിവിൻ്റെ ഏറ്റവും പരമാവധി. ഇനിയൊരു പുസ്തകം എനിക്ക് എഴുതാനില്ല, ഇതുപോലെ എഴുതാനും സാധിക്കില്ല. ഇത്രയേറെ സംഘർഷപൂർണമായൊരു പുസ്തകരചന എനിക്ക് ഉണ്ടായിട്ടുമില്ല. എങ്കിലും അതിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ ആ ഒരു വിഷമങ്ങളൊക്കെ അലിഞ്ഞില്ലാണ്ടാകുന്ന ഒരു പ്രതീതിയുണ്ട്. എവിടെ ഇരുന്നൊക്കെയോ MT എനിക്ക് മേൽ ഇപ്പോഴും അനുഗ്രഹം ചൊരിയുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മലയാളി MTയെ കൂടുതൽ അറിയാൻ ഈ പുസ്തകത്തിലൂടെ കഴിയട്ടെ. ഒരു പക്ഷേ വരാനിരിക്കുന്ന MTയെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് ഒരു സോഴ്സ് എന്നുള്ള രീതിയിൽ ഈ പുസ്തകം നിലനിൽക്കട്ടെ.
ഇങ്ങനെ പുസ്തകം ചെയ്തതിൽ ശ്രീകുമാറിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. സന്തോഷം. സന്തോഷം. നന്ദി.